അടുത്തെന്ന് പറയുന്നത് നമ്മ ഡെഫിനിഷൻ ഡിസ്റ്റൻസ് ഓഫ് എ കോഡാ. അതായത് നമുക്കിപ്പോ ഒരു കോഡ് തന്നിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ എഴുതാം ആദ്യം. സി ഈക്വൽ ടു 0 0 0 0 1 0 1 1 0 അല്ല സോറി 0 0 0 0 1 0 1 0 0 1 1 1. ഇതാണ് കോഡ് തന്നിരിക്കുക. ഇത് നമ്മളോട് പറയാണ് നമുക്ക് രണ്ട് കോഡ് വേർഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അറിയാല്ലേ. കോഡ് വേർഡ്സ് തന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ ഈ സി തന്നു, ഇതിന്റെ ഉള്ളിലത്തെ എൻ എന്ന് പറയുന്നത് അതിന്റെ നമ്പർ അല്ലേ? ലെങ്ത്, അതായത് ഒരു കോഡ് വേർഡിന് എത്ര ലെങ്ത് ഉണ്ട്, എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇപ്പൊ ഇതിന്റെ എൻ 4 അതെ. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് 3 ആണോ? അതെ. കാർഡിനാലിറ്റി സി 3. പിന്നെ ഈ ഡിസ്റ്റൻസോ? അത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് കോഡ്, ഇപ്പൊ 0 0 0 0 1 0 1 0 തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം. അതെന്താ? ഡി ഓഫ് 0 0 0 0 1 0 1 0. അതെന്താ വരാ? എത്ര പൊസിഷനിൽ ചേഞ്ച് ഉണ്ട്? 2 ആണോ? രണ്ട് പൊസിഷൻ, രണ്ട്. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് 0 0 0 0 0 1 1 1 എന്താ വരിക? 3. അടുത്ത ഡിസ്റ്റൻസ് ഓഫ് 1 0 1 0 0 1 1 1 അതെന്താ വരിക? 3 അല്ലേ? 3 ആണോ? 3. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചാലും മതി. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസ്റ്റൻസും ഇത് രണ്ട് ആഡ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റും സെയിം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് 3 ആണ്. ഇനി വേറെ ഏതെങ്കിലും തമ്മിൽ ഇതിൽ ഡിസ്റ്റൻസ് എടുക്കാണ്ടോ? എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എടുത്തില്ലേ? എടുത്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പൊ രണ്ട് കോഡ് വേർഡ്സ് തമ്മിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇനി അടുത്ത് ചോദിക്കുന്നത് ഒരു കോഡിന്റെ ഡിസ്റ്റൻസ്. അതായത് ഒരു സി തന്നിട്ട് ഇതുപോലത്തെ സെറ്റ് തന്നിട്ട് ആ കോഡിന്റെ ഡിസ്റ്റൻസ് ആണ് ചോദിക്കണേന്നിരിക്കുക. കോഡിന്റെ ഡിസ്റ്റൻസ് അല്ലേ? കോഡിന്റെ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ്. ഇത്ര നേരം വന്നിട്ടായിരുന്നു രണ്ട് കോഡ് വേർഡ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് ആണെന്ന് നമ്മൾ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത്. ഇതിലൊക്കെയും പറയണത്. ഇനി അടുത്ത് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് എ കോഡ്. അതായത് ഒരു കോഡ് ഉണ്ട് തന്നാണ്, അതായത് അതിന്റെ ഉള്ളിൽ കുറെ കോഡ് വേർഡ്സ് ഉണ്ട്, അതിന്റെ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്ന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കാം. ഇപ്പൊ ഇവിടെ നമ്മ ഇതുപോലെ 3 ഉള്ളൂ, എല്ലാതും ആയില്ലേ? എല്ലാ ഡിസ്റ്റൻസും ആയില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ ഡിസ്റ്റൻസും ആയില്ലേ? ഇങ്ങനെയുള്ള ഡിസ്റ്റൻസുകളിൽ ഏറ്റവും മിനിമം ഇവിടെ 3 ഉണ്ട്, 2 1 3 1 3 1. അത് ഏറ്റവും മിനിമം ഏതാ? 2. അങ്ങനെയാണെങ്കിൽ ഈ കോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതായത് ഒരു കോഡിനുള്ളിൽ കുറെ കോഡ് വേർഡ്സ് ഉണ്ട്. എല്ലാ കോഡ് വേർഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എടുക്കാം. അതാണ് എന്ത് പറയാ? ആ ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായ? അത് ശരിക്കും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇതിപ്പോ 3 ഉള്ളതുകൊണ്ട് 3 പ്രാവശ്യമായി. 4 എണ്ണായിരുന്നെങ്കിലോ? 4 എണ്ണാണെങ്കിൽ ഇതിന്റെ ഒക്കെ ഡിസ്റ്റൻസ് വേണം. കുറച്ചും കൂടി ബുദ്ധിമുട്ട്. എങ്ങനെ? ഈ 0 0 വെച്ചിട്ട് ഫസ്റ്റ് എലിമെന്റ് അങ്ങനെയല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഇതിലും 3 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എന്റെ ഒരു സംശയമാണ്, എനിക്ക് പൊട്ടത്തിട്ടാണോന്നൊന്നും അറിയില്ല. ഇതിലെ ഈ ഡിസ്റ്റൻസ് കാണുന്നതിലെ ഈ ഫസ്റ്റ് 2 എലമെന്റ് എഴുതിയില്ലേ, അതിങ്ങനെ അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തരുമോ? ഇല്ല. നമുക്കിപ്പോ ഇങ്ങനെ ഒരു കോഡാണ് തന്നാണ്, എന്നിട്ട് ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത്? അതിൽ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എടുക്കുക. ശരി, അതാണ് ഡിസ്റ്റൻസ് ഓഫ് എ കോഡ് എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ നോക്കിക്കോ 18ാമത്തെ പേജില്.
ഡിസ്റ്റൻസ് ഓഫ് ഞാൻ ദ കോഡ് ഓൺലൈനൊക്കെ സി. ചെയ്തിട്ടുണ്ടല്ല, പക്ഷെ കാര്യമില്ല. ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് സി Is the ഈസ് ദ smallest. സ്മോളസ്റ്റ്. ഈസ് ആണ്, ഇന്ത്യല്ല. ഈസ് ദ സ്മോളസ്റ്റ് ഓഫ് ഡി ഓഫ് വി ഡബ്ല്യു where comma v and w ranges overall pairs different code words in C. Overall pairs of distance code, അതായത് ഓരോ ഡിസ്റ്റന്റ് കോഡ് വേർഡ്സ് എടുക്കുക, അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ഒരു മിനിമം എടുക്കുക, സ്മോളസ്റ്റ് എടുക്കുക. ആണ് അത് പറഞ്ഞത്. അത് അവർ കുറച്ച് എണ്ണത്തിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ ഒരെണ്ണം ചെയ്തില്ല, അതുപോലത്തെ കുറച്ചുണ്ട്. ചെയ്യാം. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഒരു കോഡ് ഉണ്ട്, ആ കോഡിന്റെ ഡിസ്റ്റൻസ് ഡി ആന്നിരിക്കുക. കോഡ് ഓഫ് ഡിസ്റ്റൻസ് ഡി ആണ്. ഈ കോഡിന്റെ ഡിസ്റ്റൻസ് ഡി ആണ്. അങ്ങനെ നമുക്ക് ഡിക്റ്റേറ്റിംഗ് അറിയാലോ. എറർ ഏതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ആ ടേബിൾ നോക്കാൻ പറഞ്ഞത് 7.1 ആണെന്ന് തോന്നുന്നു. 3 പോയിന്റ് അതാണോ? 3 പോയിന്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒരു ടേബിൾ മാത്രമായിട്ട് ഒരു ക്ലാസ് അല്ല 3.1.3. ഞാൻ ഒന്നുകൂടി 1.7 അന്ന് പറഞ്ഞതില്ലേ, അന്ന് ഞാൻ അടുത്ത് പറഞ്ഞത്. അതായത് ഏതൊക്കെയാ എറർ പാറ്റേൺ ആ ഡിക്റ്റേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. ഓരോന്നും എടുക്കും, എന്നിട്ട് വിയുടെ പാഡ് ചെയ്യുമ്പോ സീൽ എലമെന്റ്സിന്റെ പാഡ് ചെയ്യുമ്പോ സീൽ ഉണ്ടാവരുത്, അതിന് മാത്രമേ അത് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഈ സി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് ഡി ഉള്ള ഒരു കോഡാണെങ്കിൽ അത് D-1, അതായത് ഫോർ എക്സാമ്പിൾ ഏതൊക്കെ യുകളാണ് ഡിറ്റക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ഓഫ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു D-1 വെയിറ്റ് ഉള്ള എല്ലാ എറർ പാറ്റേൺസും അത് ഡിറ്റക്ട് ചെയ്യും. ഒന്നുകൂടെ പറയോ? അതായത് സി എന്ന് പറയുന്ന ഒരു കോഡാണ്, അതിന്റെ ഡിസ്റ്റൻസ് ഡി ആണ്. അങ്ങനെ അത് ഏതൊക്കെ എറർ പാറ്റേൺസ് ഡിറ്റക്ട് ചെയ്യാന്ന് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കുക. n ലെങ്ത്തുള്ള എല്ലാ വേർഡ്സ് എടുക്കും, അത് സിയിലെ എലമെന്റ്സ് ആയിട്ട് ആഡ് ചെയ്യും, അത് സിയിലെ തന്നെ വരരുത്, എന്നാലാണ് അത് ഡിറ്റക്ട് ചെയ്യാന്ന് പറയാ എറർ. ഇവിടെ ഇപ്പൊ ഡിറ്റക്ട് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി എങ്ങനെ പറയാ, ഏതൊക്കെ യുകളുടെ വെയിറ്റ് ആണോ D-1 അല്ലെങ്കിൽ D-1 ചെറുതോ വരുന്നത്, ആ എറർ പാറ്റേൺസ് മൊത്തത്തിൽ ഡിറ്റക്ട് ചെയ്യും. അതിന് വലുതൊക്കെ ഡിറ്റക്ട് ചെയ്യുകയോ ചെയ്യില്ല നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും, there exists some ഇവിടെ എന്താ പറയുന്നത്, there exists a u such that weight of u equal to D and C will not detect u. അതായത് ഫസ്റ്റ് എന്താ പറയുന്നത്, വെയിറ്റ് D-1 അതിനേക്കാളും ചെറുതായിട്ടുള്ള എല്ലാവരും ഡിറ്റക്ട് ചെയ്യും. അത് കൂടാണ്ട് ഡി വെയിറ്റ് ഉള്ള ഒരു എറർ പാറ്റേണെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യില്ല. D-1 അതിന് ചെറുതുള്ള എല്ലാ വെയിറ്റ് ഉള്ളതും ഡിറ്റക്ട് ചെയ്യും. ഡി വെയിറ്റ് ഉള്ള ഓരെണ്ണെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കും. മനസ്സിലായ? ഇനി മുതൽ ഇങ്ങനത്തെ ഉണ്ട്, ഇതിൽ പ്രൂഫുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ആയിരിക്കും. കുറച്ച് മനസ്സിലായി, കുറച്ച് ആലോചിക്കണം. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുക, ഒരു യു എടുക്കുക, വെയിറ്റ് ഓഫ് യു എന്താ, ലെസ് ദാൻ ഓർ D-1. നോൺ സീറോ ആയിരിക്കണം. ഞാൻ പറഞ്ഞു സീറോ വേർഡിനെ ഡിറ്റക്ട് ചെയ്യില്ല, അതുകൊണ്ട് എന്തായാലും നോൺ സീറോ ആയിരിക്കണം. വെയിറ്റ് ഓഫ് യു എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു, ലെസ് ദാൻ ഓർ D-1 ആയിട്ട് എടുത്തു. ഇനി എന്ത് കാണിക്കണം, അത് ഡിറ്റക്ട് ചെയ്യുന്നല്ലേ കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ കിട്ടേണ്ടത്, ഡിറ്റക്ട് ചെയ്യുമെന്ന് കാണിക്കണം അല്ലേ. ഡിസ്റ്റൻസ് ഓഫ് v, v പ്ലസ് യു എന്താ വരിക, ഡിസ്റ്റൻസ് ഓഫ് v, v പ്ലസ് യു. അത് നമുക്ക് എങ്ങനെയാ, വെയിറ്റ് ഓഫ് v, v പ്ലസ് യു എന്ന് എഴുതി കൂടെ, v കോമല v പ്ലസ് യു. ഡിസ്റ്റൻസ് ഓഫ് v w എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് v പ്ലസ് w ആണോ. അതിൽ v എന്താവും, സീറോ അല്ലേ, സീറോ. മറ്റെന്താ വെയിറ്റ് ഓഫ് യു എന്നല്ലേ വരുള്ളൂ. അത് ലെസ് ദാൻ
അത് ലെസ് ദാൻ ഒരിക്കലും ഡി മൈനസ് വൺ അല്ലേ? ആ അത് ലെസ് ശരിയാണെന്ന് ദാൻ പറഞ്ഞു. ഡി അല്ലേ? ആരടി? നമ്മ അതൊന്ന് അസ്യൂം ചെയ്ത് എന്ത് ഡി മൈനസ് വൺ എന്ന് പറയുന്നത് ഡീനേക്കാളും ചെറുതായിരിക്കില്ലേ? അതെ അതെ അതെ. ആണ്. അങ്ങനെയാണെങ്കിൽ ഈ യുവിന് സീൽ ഉണ്ടാവാൻ പറ്റുമോ? യുവ് അതായത് അങ്ങനെയല്ല, അതായത് വി പ്ലസ് യുവിന്, അതായത് വി എന്ന് പറയുന്നത് എവിടെ എടുത്താണ് നമ്മ? വി എന്ന് പറയുന്നത് സിയിൽ ഒരു എലമെന്റ് ആയിട്ട് എടുത്താണ്. ആ വി പ്ലസ് യു സിയിൽ ഉണ്ടാവാൻ പറ്റുമോ അതാണ് ചോദിക്കുന്നത്. വി എന്ന് വി പറയുന്നത് പ്ലസ് യു സി, സിയിലെ ഒരു എലമെന്റ് ആണെങ്കിൽ വി പ്ലസ് യു നമ്മൾ ആ യു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വി പ്ലസ് യുവിന് സിയിൽ വരാൻ പറ്റുമോ? ഇപ്പൊ വി പ്ലസ് യു സിയിലാണെന്ന് ഇരിക്കുക. വി പ്ലസ് യു സിയിലാണെന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് വി കോമ വി പ്ലസ് യു എന്താണ്? ഡീനേക്കാളും ചെറുതല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. അതായത് നമുക്ക് വി ഇപ്പൊ യു സിയിലുണ്ട്, ഇനി വി കോമ വി പ്ലസ് യു സിയിലുണ്ടെന്ന് ഇരിക്കുക. വി പ്ലസ് യു സിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? വിയുടെയും വി പ്ലസ് യുവിന്റെയും ഡിസ്റ്റൻസ് എത്രയാ? ഡീനേക്കാളും ചെറുതല്ലേ? സീറോ അല്ല, ലെസ് ദാൻ ഡി എന്നല്ലേ എഴുതിയിട്ടുള്ളൂ? ശരിയാ, ലെസ് ദാൻ ഡി ആണ്. പക്ഷെ സിയുടെ ഡിസ്റ്റൻസ് ഡി ആയ നേരം കൊണ്ട് അതിന്റെ ഏറ്റവും മിനിമം ഏതെങ്കിലും രണ്ട് വേർഡ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഡി ആ വരാൻ പറ്റുള്ളൂ. ഡീനേക്കാളും ചെറിയ ഡിസ്റ്റൻസ് വരാൻ പറ്റുമോ? പറ്റില്ല. നമ്മ സിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത് മിനിമം ഓഫ് ഡി ഓഫ് വി കോമ വേർ വി കോമ ഡബ്ല്യു ബിലോങ്സ് ടു സി എന്നല്ല പറഞ്ഞത്? സാറ് പറയുന്നതിന് ഒരു ഒച്ച ഇങ്ങനെ എരിക്കുന്ന പോലെ, എന്ന് വെച്ചാ എങ്ങനെയാ പറയാ, ഒരു അത്ര ക്ലിയർ അല്ല ഈ പറയുമ്പോ. രണ്ടുപേര് പറയുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഇപ്പൊ കുഴപ്പമില്ല സാറേ. ഹലോ, കുഴപ്പമില്ല. എന്താ എന്റെ ഫോണിന്റെ ആണോ? സാറ് പറഞ്ഞു. അറിയില്ല. ഇപ്പൊ വി സിയിലുണ്ട്, ഇനി വി പ്ലസ് യു സിയിൽ ഉണ്ടാവരുതെന്നാണ് ഒന്ന് കാണിക്കേണ്ടതല്ല, ഡിറ്റക്ട് ചെയ്യുന്നത് കാണിക്കാനായിട്ട്. വി പ്ലസ് യു സിയിൽ ഉണ്ടാവരുതല്ലോ ഒരു വിക്കും. അപ്പൊ വി പ്ലസ് യു സിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നാണ് നമ്മൾ നോക്കണത്. വി പ്ലസ് യു സിയിലാണെന്നിരിക്കുക. അപ്പൊ നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് വി കോമ വി പ്ലസ് യു എന്താവും? ലെസ് ദാൻ ഡി ആണെന്ന് അറിയാം, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ വി സിയിലെ ഏതെങ്കിലും രണ്ട് ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസ് ഡിനേക്കാളും ചെറുതാവാൻ പറ്റില്ല. കാരണം നമ്മ ഡിസ്റ്റൻസ് ഓഫ് ദ സി എന്ന് പറയുന്നത് ഡി ആയിട്ട് നിർത്താനുണ്ട്. അപ്പൊ ഏറ്റവും സ്മോളസ്റ്റ് ആണ് ഡി, അതിനേക്കാളും ചെറിയ ഒരു നമ്പർ വരാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അതുകൊണ്ട് വി പ്ലസ് യുവിന് എവിടെ ഉണ്ടാവാൻ പറ്റില്ല? സിയിൽ ഉണ്ടാവാൻ പറ്റില്ല. സിയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോഡിന്റെ ഡിസ്റ്റൻസ് പറയുന്നത് ഡിനേക്കാളും ചെറുതാവണം. അതുകൊണ്ട് അത് പോസിബിൾ അല്ല. അതുകൊണ്ട് വി പ്ലസ് യു എവിടെ ഉണ്ടാവില്ല? സിയിൽ ഉണ്ടാവില്ല. അപ്പൊ ഇത് കോൺട്രഡിക്ഷൻ അല്ലേ വരിക? അതുകൊണ്ട് വി പ്ലസ് യു ഡസ് നോട്ട് ബിലോങ്സ് ടു സി. ഇത് വി ജനറൽ ഇട്ടുണ്ടല്ലേ, ഫോർ എവരി വി ബിലോങ്സ് ടു സി ഇംപ്ലൈസ് സി ഡിറ്റക്ട്സ് എന്താ യു. മനസ്സിലായി? ഇനി അടുത്തത് ഈ വെയിറ്റുള്ള ഒരു എലമെന്റെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യില്ല എന്ന് വേണം. നമുക്ക് ഫസ്റ്റത്തെ ഭാഗം നമ്മൾ പ്രൂവ് ചെയ്ത് എന്താ? ഡി മൈനസ് ആണ് വെയിറ്റ് ഉള്ളതൊന്നും, വെയിറ്റ് ഉള്ളതെല്ലാം ഡിറ്റക്ട് ചെയ്യും. ഇനി എന്ത് കാണിക്കണം? ഡി വെയിറ്റ് ഉള്ള ഒരാള് അത് ഡിറ്റക്ട് ചെയ്യില്ല എന്ന് കാണിക്കണം. ആ ഒരാളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ദ കോഡ് ഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതോ രണ്ട് എലമെന്റിന്റെ ഡിസ്റ്റൻസ് എടുത്തപ്പോഴാണ് ഈ ഡി കിട്ടേണ്ടത് അല്ലേ? കുറെ ഡിസ്റ്റൻസ് എടുത്തു, അതിന് ഏറ്റവും മിനിമം. അപ്പൊ മിനിമം വന്ന രണ്ട് ആൾക്കാരുണ്ടാവില്ലേ? ആ മിനിമം വന്ന രണ്ട് ആൾക്കാരാണ് ഈ വിയും ഡബ്ല്യു എന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് ഓഫ് വി കോമ ഡബ്ല്യു എടുത്തതാണ് ഡി കിട്ടിയത് നമുക്ക്. അതായിരുന്നു ഏറ്റവും മിനിമം വന്ന രണ്ട് ആൾക്കാര്. ഇനി നമ്മ ഒരു യു ഡിറ്റക്ട് ചെയ്യില്ല എന്നല്ല കാണിക്കേണ്ടത്. ആ യു ആയിട്ട് എഴുതെടുക്കുക, വി പ്ലസ് ഡബ്ല്യു എടുക്കുക. സോറി, വി പ്ലസ് ഡബ്ല്യു എടുക്കുക. യു ആയിട്ട് എഴുതെടുക്കുക, വി പ്ലസ് ഡബ്ല്യു എടുക്കുക.
വി പ്ലസ് ഡബ്ല്യു അത് ഡിറ്റക്ട് ചെയ്യോ? ഡിറ്റക്ട് ചെയ്യുമോന്നോ? ആ ചെയ്യൂലേ. ഡിറ്റക്ട് ചെയ്യോ? ചെയ്യും. ഇല്ലേ ഇല്ലേ ആ ഡിറ്റക്ട് ചെയ്യില്ല എന്നാണ് കാണിക്കേണ്ടത്. ഡിറ്റക്ട് ചെയ്യില്ല എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്താണ് കാണിച്ചാൽ മതി? ഡിറ്റക്ട് ചെയ്യുമെന്നല്ലേ നമ്മൾ ഡിറ്റക്ട് ചെയ്യണതാണ് D-1 വെയിറ്റ് ഉള്ള ആൾക്കാർ മൊത്തം. അത് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് D വെയിറ്റ് ഉള്ള ഒരാളെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യില്ല എന്ന് വേണം. ചെയ്യില്ല. അപ്പൊ യു വി പ്ലസ് ഡബ്ല്യു എടുത്ത് വെയിറ്റ് ഓഫ് യു എന്താ വരാ? വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു. വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് വി കോമ ഡബ്ല്യു. അത് D അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഡിറ്റക്ട് ചെയ്യാത്ത ഒരാളായിട്ട് എതിർക്കാം. വി പ്ലസ് D വെയിറ്റ് ഉള്ള ഒരാളാണ്, അത് വി പ്ലസ് ഡബ്ല്യു ആയിട്ട് എടുത്തു അല്ലേ? ഇനി നമുക്ക് എന്ത് കാണിച്ചാ മതി? ഈ പ്രൂഫ് കുറച്ചുണ്ട് ഇത്. പക്ഷെ ഇതാണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ള. അതല്ല എളുപ്പമുള്ളതാ. ഒന്നുകൂടെയൊക്കെ നോക്കിയാ ഞാൻ പഠിച്ചോളാം. ഇനി രണ്ടാമത് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഈ യു ഇക്വൽ ടു വി പ്ലസ് ഡബ്ല്യു ആണെങ്കിൽ ഡബ്ല്യു ഇക്വൽ ടു യു പ്ലസ് വി എന്ന് എഴുതി കൂടെ? യു പ്ലസ് വിയോ? അതെങ്ങനെയാ അങ്ങനെ വീന്ന് എഴുതിയേ? എഴുതാം. എഴുതാലോ അല്ലേ? ഇതില് യു ഈക്വൽ ടു പിന്നെ എന്ത് കൊടുക്കുക? വി പ്ലസ് ഡബ്ല്യു എന്ന് കൊടുക്കുക. പ്ലസ് വി കുഴപ്പമില്ലല്ലോ. വി പ്ലസ് വി എന്താ? ഒന്നുമില്ല, ഞാൻ വായിച്ചതാ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? വി പ്ലസ് ഡബ്ല്യു എന്നല്ലേ കിടക്കണത്? അതായത് നമുക്ക് ഇപ്പൊ എങ്ങനെ എഴുതി? ഡബ്ല്യുവിനെ വി പ്ലസ് ഡബ്ല്യു എന്ന് എഴുതിയില്ലേ? വി പ്ലസ് ഡബ്ല്യു പ്ലസ് വി എന്നല്ലേ വരിക? ഇപ്പൊ നമ്മൾ പറഞ്ഞത് വി അല്ലേ? ഇപ്പൊ പറഞ്ഞത് വി ആണല്ലോ. വി പ്ലസ് ഡബ്ല്യു പ്ലസ് വി ആണ് വരിക അല്ലേ? അല്ലേ? അതെ. ഇതെന്താ വരിക? ഡബ്ല്യു. അതായത് നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു വി പ്ലസ് ഡബ്ല്യു പ്ലസ് വി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് വി പ്ലസ് ഡബ്ല്യു എവിടെ ഉണ്ടാവും? സിയിലുണ്ടാവുന്ന കിട്ടിയില്ലേ നമുക്ക്? അപ്പൊ ശരി. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. സാർ ഇവര് എഴുതിയത് എന്തൊക്കെയാ? യു ഈക്വൽ ടു വി പ്ലസ് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പ്രൂഫില് തെറ്റൊന്നുമില്ലല്ലോ? തെറ്റുണ്ടോ ഈ ടെക്സ്റ്റില്? അതെ, ഇതുവരെ പഠിച്ചാൽ മതിയോന്ന് അറിയാനാ. എന്നാ പിന്നെ ഇതങ്ങ് എഴുതി വെക്കാലോ. ഇല്ല, അതില് തെറ്റൊന്നുമില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പൊ അത് തന്നെ എഴുതിക്കോളാം. ഞാനിതിന് ഓർത്ത് എഴുതിയിട്ടില്ല. ശരി. ഒരു മിനിറ്റ്.
ഹലോ 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 സാർ കേക്കാം. ആ ആ ഹലോ. കേൾക്കണില്ലേ? അതെ. ആ ഓ കേൾക്കണില്ലേ? ഞാനേ കേക്കാം ആ, കേക്കാം. അതിന് ആ ആ ഞാൻ വേറൊരു ഇതായിട്ട് തരട്ടെ, കുറച്ചുകൂടി മനസ്സിലാവേണ്ടതായിരിക്കും. സാർ കേക്ക് ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ല. അത് ഞാൻ വേറൊരു അതിന് പ്രൂഫ് പോലെയായിട്ട് തരട്ടേന്ന്. അത് മതി സാറ്. അതിപ്പം ഞാൻ എടുക്കാം. ആ രണ്ടാമത്തെ ഭാഗല്ലേ? ഇതൊന്ന് നോക്കിയാ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇത് മനസ്സിലാവോ ഇത്? ഹലോ. സാർ സാർ എന്തെങ്കിലും ഷെയർ ആ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ എഴുതാൻ പോവല്ലേ? ഇല്ല. ആ ഹലോ. അമ്മേനൊന്ന് വിളിക്കുക, അമ്മേനൊന്ന് വിളിക്കുക. ഞാൻ ക്ലാസ് എടുക്ക. ഇതില് വെയിറ്റ് ഓഫ് യു എന്ന് പറയുന്നത്, യു എന്ന് പറയുന്നത് എന്താ? വി പ്ലസ് ഡബ്ല്യു അല്ലേ? ആദ്യം തന്നെ അങ്ങനെ. അത് നമുക്ക് ഒരു എറർ പാറ്റേണെങ്കിൽ കണ്ടുപിടിക്കണം ഡി ആയിട്ട്. അതിന്റെ ഡിസ്റ്റൻസ് ഡി, വെയിറ്റ് ഡി ആയിരിക്കണം. അത് ഡിറ്റക്ട് ചെയ്യരുത്. നമുക്കൊരു സാധനം ഡിറ്റക്ട് ചെയ്യരുത്. ഇപ്പൊ യു എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഡിറ്റക്ട് ചെയ്യരുത് കാണിക്കാനായിട്ട് എന്ത് വേണം? ഒരു കോഡ് വേർഡ്. നമ്മുടെ സീല് കുറെ വേർഡ്സ് ഉണ്ടല്ലേ? സീല് ഇങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. അതിലൊരു വേർഡാണ് വി എന്ന് വിചാരിക്കുക. ഈ വി പ്ലസ് യുകളൊന്നും എവിടെ ഉണ്ടാവരുത്? സീൽ ഉണ്ടാവരുതല്ലോ. വി പ്ലസ് യു സീൽ ഉണ്ടാവരുത്. എന്നാൽ മാത്രമേ യുവിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു യു എങ്കിലും കണ്ടുപിടിച്ചിട്ട് വി പ്ലസ് യു സീൽ ഉണ്ടെന്ന് കാണിച്ചാൽ പോരെ? അതാണ് ഇവിടെ ചെയ്യാൻ പോണത്. അപ്പൊ ആ യു കണ്ടുപിടിച്ച് വെച്ച എന്താ? നമുക്ക് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കിട്ടിയാണ് രണ്ടാൾക്കാരുണ്ട്. ആ രണ്ടാൾക്കാരിൽ നിന്ന് മിനിമം ഡിസ്റ്റൻസ് കിട്ടിയാണ് രണ്ടാൾക്കാരുണ്ട്. അതായത് വി കോമ ഡബ്ല്യുവിന്റെ ഡിസ്റ്റൻസ് ആണ് ഡി. ആ മിനിമം ഡിസ്റ്റൻസ് കിട്ടിയ ആൾക്കാരാണ്. അങ്ങനെ വി പ്ലസ് ഡബ്ല്യു ആയിട്ട് യു എടുക്കുക. അങ്ങനെ വെയിറ്റ് ഓഫ് യു എന്താ വരിക? വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു ആണ് വരിക. അതെന്താ? വെയിറ്റ് ഓഫ് വി പ്ലസ് ഡബ്ല്യു നമുക്ക് എങ്ങനെ ഡിസ്റ്റൻസ് ഓഫ് വി കോമ ഡബ്ല്യു എന്ന് എഴുതാമല്ലോ. ഡി ആണ്. നമുക്ക് എന്ത് കിട്ടി? വെയിറ്റ് ഓഫ് യു എന്ന് പറയുന്നത് ഡി ആന്ന് കിട്ടി. ഇനി ആ യു വി പ്ലസ് യു എന്ന് പറഞ്ഞാൽ എന്താ വരിക? വി പ്ലസ് യു ഡബ്ല്യു അല്ലേ? ഡബ്ല്യു എന്ന് പറയുന്ന ആള് സീൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്താണത്. വി ഡബ്ല്യു സീലുള്ള ആൾക്കാരാ. അതായത് ഏതോ ഒരു വിയോടൊപ്പം, അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വി തന്നെ, സീലുള്ള ഒരാളുടെ ഒപ്പം യു കൂട്ടിയപ്പോ എവിടെ കിട്ടി? സീൽ തന്നെ കിട്ടി. അതുകൊണ്ട് ഈ യുവിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ? സീല് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സീല് വന്നില്ലെങ്കിലാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക. അത് ഞാൻ ആ ടേബിളിൽ അത്ര ഇന്നലെ അന്ന് പറഞ്ഞത്. നമുക്കിപ്പോ ഒരു യുവിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ശരിയാ. അല്ലേ? അന്നത്തെ ടേബിളിൽ പറഞ്ഞത് എലിമെന്റ് ബിലോങ്സ് ടു അല്ലേ? അതാണ്. സീൽ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യില്ല. സീൽ ഉണ്ടാവരുത്, എന്നാലാണ് അത് ഡിറ്റക്ട് ചെയ്യുള്ളൂ. അപ്പൊ ഈ അത് വി പ്ലസ് ഡബ്ല്യുവിനെ എന്ത് ചെയ്യില്ല? അത് ഡിറ്റക്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്ക് ഒരു
കോഡ് ഒരു കോഡ് അതിന്റെ ഡിസ്റ്റൻസ് ഡി ആണെന്നിരിക്കാം. അങ്ങനെ അത് D-1 വെയിറ്റ് ഉള്ള എല്ലാ എറേഴ്സും അത് ഡിറ്റക്ട് ചെയ്യുമല്ലോ. അപ്പൊ അതിന് നമ്മൾ വിളിക്കണം ഒരു ഡി എറർ കറക്റ്റിംഗ് എറർ ഡിറ്റക്റ്റിംഗ് കോഡ് എന്ന് വിളിക്കും. സോറി ടി ആണോ? ഡി അല്ല, D-1 എറർ കറക്റ്റിംഗ് എറർ ഡിറ്റക്റ്റിംഗ് കോഡ് എന്ന് വിളിക്കും. സാർ ഇപ്പൊ പറയുന്നത് ഏത് പേജ് നമ്പറാ? എറർ 19. ശരി. അത് ടി എറർ കറക്റ്റിംഗ് കോഡ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് ടി വെയിറ്റ് ഉള്ള എല്ലാത്തിനെയും എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യുമ്പോൾ അത് ലെസ് ദാൻ ടി ആയിട്ടുള്ള എല്ലാ വെയിറ്റ് ഉള്ളതിനെയും എറർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ വേണം T+1 വെയിറ്റ് ഉള്ള ഒരാളെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ D-1 എല്ലാതും ഡിറ്റക്ട് ചെയ്യുമല്ലോ. അതുകൊണ്ട് D-1 എറർ ഡിറ്റക്റ്റിംഗ് കോഡ് ആയിരിക്കും. മനസ്സിലായോ? അവിടെ എറർ ഡിറ്റക്റ്റിംഗ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇതിണ്ട്. എ കോഡ് ഈസ് എ ടി എറർ ഡിറ്റക്റ്റിംഗ് കോഡ് ഇഫ് ഇറ്റ് ഡിറ്റക്ട്സ് all error of weight at most t and does not detect at least one error pattern of weight T+1. അതായത് ടി എറർ ഡിറ്റക്റ്റിംഗ് കോഡ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ടി വെയിറ്റ് ഉള്ള ലെസ് ദാൻ ടി വെയിറ്റ് ഉള്ള എല്ലാ എറേഴ്സും അത് ഡിറ്റക്ട് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു T+1 വെയിറ്റ് ഉള്ള എററെങ്കിലും അത് ഡിറ്റക്ട് ചെയ്യരുത്. നമ്മൾ ഇവിടെ ടി വെച്ച് പറഞ്ഞ പോലെ ജസ്റ്റ് ടി എന്ന് പറയണമെന്നുള്ളൂ. അപ്പൊ ഒരു കോഡിന് ഡിസ്റ്റൻസ് ഡി ആണെങ്കിലോ ആ D-1 എറേഴ്സ് എല്ലാം ഡിറ്റക്ട് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ അതൊരു D-1 എറർ ഡിറ്റക്റ്റിംഗ് കോഡ് ആയിരിക്കും. ഹലോ, മനസ്സിലായില്ലേ? ഹലോ, സാർ മനസ്സിലായി. ഓക്കെ. ഇനി അടുത്താണ് എറർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം, എറർ കറക്റ്റ് ചെയ്യണം അല്ലെ? ഹലോ, അല്ലേ? ഒരു എറർ നമുക്ക് കറക്റ്റും ചെയ്യണ്ടേ? ഇതുപോലെ തന്നെ എറർ കറക്ഷനും ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഒരു ടി എറർ കറക്റ്റിംഗ് കോഡ് ആണ് ഇരിക്കുക. ടി എറർ കറക്റ്റിംഗ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ടു ടി വെയിറ്റ് ഉള്ള എല്ലാ എറേഴ്സും അത് കറക്റ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് T+1 വെയിറ്റ് ഉള്ള അറ്റ്ലീസ്റ്റ് ഒരു കോഡെങ്കിലും അത് കറക്റ്റ് ചെയ്യാണ്ടിരിക്കും. എറർ കറക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അപ്പൊ എറർ കറക്റ്റ് ഏതൊക്കെ എറേഴ്സ് കറക്റ്റ് ചെയ്യാന്ന് കണ്ടുപിടിക്കണമെന്നായിരിക്കാം. അത് എങ്ങനെ കറക്റ്റ് ചെയ്യുന്നത് പറയാ നമ്മ എങ്ങനെ എറർ കറക്റ്റ് ചെയ്യുന്നത് പറയാ? ഇപ്പൊ തൊട്ടടുത്ത് ടേബിൾ ഉണ്ടാ, ടേബിൾ 1.8 കണ്ടില്ലേ? അത് ഐമള്ളി ടേബിൾ അല്ലേ? ആണ്. എല്ലാത്തിലും സ്റ്റാർ ആസ്ട്രിക്സ് എല്ലാ റോൾ ആസ്ട്രിക്സ് വന്നിട്ടുണ്ട്. ഐമള്ളി കംപ്ലീറ്റ് ആണ് അല്ലെ? അത് കംപ്ലീറ്റ് അല്ല, ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? എല്ലാവരുടെയും ഡി കോഡ് വന്നിട്ടുണ്ട്. ഡാഷ് വന്നിട്ടില്ല. മിനിമം എല്ലാത്തിലും വന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ എറർ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇതിൽ ഏതൊക്കെ എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ബുക്കാണോ? അതോ PDF ആണോ കയ്യില്? ബുക്കാണല്ലേ? ബുക്കിൽ അവിടെ എഴുതിയിട്ടുണ്ട് എന്താ? hence he corrects the error patterns. സാർ പറയുന്ന പേജ് നമ്പർ 21 അല്ലേ? 21 അല്ല, 19. 21ലേക്ക് നമുക്ക് അതിട്ട് പറഞ്ഞു പോവാം. ശരി ശരി. അതായത് ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണത് എന്നിട്ട് എവിടേക്കാണോ ഏതൊക്കെ ഇതിലാണോ ഒരു ടേബിൾ ഉണ്ട് 1.7 അതാ നോക്കണ്ടേ? നമ്മൾ ആ ബിലോങ് ഡിക്റ്റേറ്റ് ചെയ്യുമോ ബിലോങ് ചെയ്യുമോ പറഞ്ഞു? 1.8 അപ്പൊ 21. ശരി. ബുക്കിലെ പേജ് അല്ലേ, ഞാൻ PDF പറയുന്നത്.
അപ്പൊ ഈ ടേബിൾ, അതായത് നമ്മുടെ സാധാ IMLD ടേബിൾ തന്നെയാണ്. ഈ IMLD ടേബിളില് ആസ്റ്ററിക്സ് എവിടേക്ക് വന്നുണ്ടോ അതാണ് എന്ത് എറർ കറക്റ്റ് ചെയ്യണത്. മനസ്സിലായ? മനസ്സിലായി. ആസ്റ്ററിക്സ് ഏതിനൊക്കെ വന്നാണ്? ആസ്റ്ററിക്സ് ഏതിനൊക്കെ വന്നാണ്? അതല്ലേ ഈ ഡി 000. അല്ല, അത് 000. ഏതിനൊക്കെയാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അത് നമ്മൾ ആ സ്റ്റാർ ഇട്ട നമ്പറുകൾ പറയണം, ആ കോഡുകൾ പറയണം അല്ലേ? അതെ. ഏതൊക്കെയാ? 000 100 010 പിന്നെ 010. പിന്നെ 010. അതെങ്ങനെയാ അങ്ങനെ? ഫസ്റ്റത്തെ ഏതൊക്കെയാ? 000 100 010. അത് തെറ്റാ. തെറ്റല്ലേ? അത് 001 ആണ്. അത് തെറ്റായിട്ടുണ്ട്. 001 അല്ലേ ആഡ് ചെയ്യുമ്പോ അവര് എഴുതി തെറ്റാ. 001. അപ്പൊ ഏതൊക്കെയാ ആസ്റ്ററിക്സ് വന്നത്? ഏതൊക്കെയാ ഞാൻ സെറ്റ് ആയിട്ട് ഇവിടെ എഴുതണ്ടേ? 000 100 010 001 അല്ലേ? ആ ഡീല് അപ്പുറ സൈഡിലോ റൈറ്റ് സൈഡിൽ നോക്കിയാൽ അത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്തല്ലേ? 001 010 100 അല്ലെ? റിപ്പീറ്റഡ് ആണ്. അപ്പൊ പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ 4 എറേഴ്സ് ആണ് അത് എന്ത് ചെയ്യാ? കറക്റ്റ് ചെയ്യാം. അപ്പൊ എറർ ഡിറ്റക്ട് ചെയ്യണത് നമ്മ IMLD വെച്ച് ചെയ്യാറുണ്ട്. എങ്ങനെ? U+V belongs to C ആണോ ചെക്ക് ചെയ്യും അല്ലെ? U+V belongs to C ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യില്ല. U+V does not belongs to C ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. അപ്പൊ എറർ ഡിറ്റക്ട് ചെയ്യാൻ IMLD യൂസ് ചെയ്തു. ഇനി എറർ കറക്റ്റ് ചെയ്യാനായിട്ട് അതും കൂടെ IMLD യൂസ് ചെയ്തത്. അതെ, അതിലാ ആസ്റ്ററിക്സ് വന്നിട്ടുള്ളത് അല്ലേ? ഇതാണ് കോഡ്. ഇത് വെറുതെ ഇതാണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട്. ഇപ്പൊ ഇതാണ് കോഡ് എന്നിരിക്കുക. 000 100 010 001. ഈ കോഡ് റിസീവ്ഡ് വേർഡ് W equal to ഇത് കുറച്ച് ഈ കോഡ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് പറയാനായിട്ട്. അത് നമ്മളെ ചെക്കിന് എന്താ കണ്ടുപിടിക്കുക? നമുക്കൊരു W കിട്ടിയെന്നിരിക്കുക. ഈ W അപ്പൊ ഇതൊരു V1 ഇത് V2 വാല്യൂ ആണ്. പേര് ഓൾറെഡി ഉണ്ടല്ലോ. നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിന്റെയും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇതിന്റെ എല്ലാത്തിന്റെയും എന്ത് കണ്ടുപിടിക്കും? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം മിനിമം ഡിസ്റ്റൻസ് ആയിട്ട് വരുമല്ലോ അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിനാണ് മിനിമം ഡിസ്റ്റൻസ് വന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയും? ഈ ആളാണ് ഹൈറ്റ് എന്ന് പറയും. അതല്ല എറർ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ മിനിമം വരുന്ന ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അന്നാലാണ് എന്ത് പറയാ അതിനെ ആ എറർ കറക്റ്റ് ചെയ്യാന്ന് പറയാം. ഫോർ എക്സാമ്പിൾ വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു U ഉണ്ട് നമ്മുടെ കയ്യില്. ഒരു U ഉണ്ട്. നമുക്ക് യുവിന് സി എന്ന് പറഞ്ഞ കോഡ് യുവിനെ കറക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? അതായത് വിനെ എങ്ങനെയാ V+V ആയിട്ടല്ലേ എറർ ആഡ് ചെയ്തിട്ടല്ലേ W എത്തുക? ഡിസ്റ്റൻസ് ഓഫ് V, V+U ഈസ് മിനിമം. അതായത് ഡിസ്റ്റൻസ് ഓഫ് V, V+U ആയിരിക്കണം എപ്പോഴും ചെറുത് ഏതിനേക്കാളും. ഡിസ്റ്റൻസ് ഓഫ് W, V+U വേറെ ഏത് W എടുത്താലും ഫോർ എവരി W belongs to C. ഡിസ്റ്റൻസ് ഓഫ് V, V+U നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ V+U അതായത് V+U എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ W കൺഫ്യൂഷൻ ആയി പോകില്ലേ? രണ്ടും W. ഇതിനെ വേണ്ട, ഇതിന് പേര് കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ എന്ത്? ഇതാണ് എന്ത്? റിസീവ്ഡ് വേർഡ്. V+U ആണ് റിസീവ്ഡ് വേർഡ്. അപ്പൊ വിയും V+U തമ്മിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് ഏറ്റവും ചെറുതായിരിക്കണം ഏതിനേക്കാളും. V+U വേറെ ഏത് വേർഡ്, ആ സീലുള്ള വേറെ ഏത് വേർഡും
വി പ്ലസ് യു തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കണം ഏത് വരേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് വി കോമ വി പ്ലസ് യു. അതുകൊണ്ട് നമ്മൾ വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം വരുന്ന ആളിലാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് പറയുള്ളൂ. മനസ്സിലായ? അതായത് വിനെ അയച്ച് വി പ്ലസിനാണ് കിട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് തന്നെ ഇത് ഒരു വി എടുക്കണം, ഇങ്ങനെ കണ്ടുപിടിക്കണം. ഒരു വി ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനിരിക്കാം. സി ഈക്വൽ ടു നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? 0 0 0 1 0 0 0 1 0 0 0 0 0 1 അല്ലെ? നമുക്ക് 1 1 0 കറക്റ്റ് ചെയ്യുമെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. യു ഈക്വൽ ടു 1 1 0 കറക്റ്റ് വരണത്. അപ്പൊ നമുക്ക് ആദ്യം വി ആയിട്ട് എന്തെടുക്കുക? 0 0 0 എടുക്കുക. വി ഈക്വൽ ടു എന്തെടുക്കുക? 0 0 0. വി പ്ലസ് യു എന്താ വരിക? 1 1 0. ഡിസ്റ്റൻസ് ഓഫ് വി കോമ വി പ്ലസ് യു എന്താ വരിക? വിയും വി പ്ലസ് യു തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് മിനിമം വരണല്ലേ? ബാക്കി ഏത് ഡബ്ല്യൂയും വി പ്ലസ് യു എടുത്താലും. അപ്പൊ ഇനി ബാക്കിയുള്ളവർക്ക് എടുക്കുക. ഡിസ്റ്റൻസ് ഓഫ് വി പ്ലസ് യു 1 1 0 അല്ലേ? ഇനി അടുത്ത വേർഡ് എടുത്തു 1 0 0യും 1 1 0യും എടുത്തു. എന്താ ഡിസ്റ്റൻസ് വരാ? യു എടുത്തത് അതെനിക്ക് മനസ്സിലായില്ല. അതായത് ഇത് ഈ എറർ ചൂസ് ചെയ്തതാ. ഞാൻ എടുത്തതാ. ഈ എറർ കറക്റ്റ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടി എടുത്തതാ. ഇത് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു വി എടുക്കുക, വി പ്ലസ് യു കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതായിരിക്കണം ഏത് ഡബ്ല്യൂയും വി പ്ലസ് എടുത്താലും മിനിമം വരുന്നത്. അപ്പൊ നമ്മൾ വെറുതെ അടുത്ത വേർഡ് ആയിട്ട് എടുത്തു ഡബ്ല്യു ആയിട്ട് 1 0 0യും പിന്നെ വി പ്ലസ് യു എന്ന് പറയുന്നത് 1 1 0യും. അത് നമ്മുടെ ഡിസ്റ്റൻസ് 1 കിട്ടി. അപ്പൊ തന്നെ തെറ്റിയില്ലേ? കാരണം ഏറ്റവും ചെറുത് ഏത് വരണമായിരുന്നു? ഈ വിയും വി പ്ലസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരണമായിരുന്നു. പക്ഷെ അതിനേക്കാൾ 2 ഏറ്റവും ചെറുത് വരണമായിരുന്നു. പക്ഷെ ഇതിനല്ലല്ലോ ഏറ്റവും മിനിമം കിട്ടിയത്. അതിനേക്കാളും ചെറിയ നമ്പർ ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ അതുകൊണ്ട് എന്തായാലും ഈ യുവിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പൊ ഈ വി വെച്ചിട്ട് എല്ലാത്തിലും മിനിമം വന്നു. ഇനി നമുക്ക് അടുത്ത വി എടുക്കണം. ഇപ്പൊ വി ഈക്വൽ ടു 0 0 എടുത്തു. ഇനി അടുത്തത് എന്താ? വി ഈക്വൽ ടു 1 0 0 എടുക്കണം, ചെക്ക് ചെയ്യണം. അത് ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഓരോ കോഡുകളും എടുത്ത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ IML ടേബിളിന്റെ മെത്തേഡ് ചെയ്യണത്. മനസ്സിലായില്ലേ? IML ടേബിൾ ഒരിക്കൽ ആ സ്റ്റാർ വരുന്നതൊക്കെ എടുക്കുക, ചെക്ക് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഇനി മൊത്തം അത് തന്നെയാ. ഈ അടുത്തൊരു തിയറം ഉണ്ട്. ആ തിയറം നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. തിയറം 1.3.60. അതെന്തായാലും പറയണം. കാരണം ഈ എറർ ഡിറ്റക്ടിങ്ങിന് നമ്മ ഒരു ഇത് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എറർ കറക്റ്റിങ്ങിന് പറഞ്ഞിട്ടുണ്ട്. എറർ ഡിറ്റക്ടിങ് തന്നെ ഒന്ന് മനസ്സിലാക്കി എടുക്ക്. എന്നാലും നമുക്ക് എറർ കറക്റ്റിങ് പറയുമ്പോ ഏകദേശം എന്താ എറർ ഡിറ്റക്ടിങ് ഒന്ന് ശരിക്കും വായിച്ച് മനസ്സിലാക്കാം. ഇത് അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ അടുത്ത് പറയാൻ പോണത്. അതുകൊണ്ടാണ് ഞാൻ അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു മോഡലിലേക്കും പഠിച്ചു വെക്കുക. അത് ഫസ്റ്റ് അത് വായിച്ച് മനസ്സിലാക്കുക തിയർ എന്താന്ന്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൂഫ് നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഇതിലെ ഒന്നും നമുക്ക് നോക്കണ്ട. ഇനി നമുക്ക് അടുത്ത ഇതിരിക്കുക, അടുത്ത യൂണിറ്റ് വിളിക്കുക. അത് എല്ലാ എക്സാമ്പിളും ചെയ്ത് നോക്കാൻ പറ്റും ഇത് വെച്ച്. ശരി, ഇതിലെ നമ്മ ഇത്തരം പറഞ്ഞു വെച്ചിട്ട് ഇതിലെല്ലാ എക്സാമ്പിളും ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. അടുത്ത നമ്മുടെ ലീനിയർ കോഡ് എന്ന് പറയും. നമ്മൾ എത്ര നേരം വെറുതെ കോഡ് നല്ല പറഞ്ഞിരുന്നത്. അടുത്ത ഭാഗം ലീനിയർ കോഡ്. അത് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ K/N ഇപ്പൊ n ലെങ്ത് ഉള്ള വേർഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് K/n. ഞാൻ പറഞ്ഞു സെറ്റ് ടു എലിമെന്റ്സ് ആയിരിക്കും ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതല്ലേ സെറ്റ് ടു എന്ന് പറയുന്നത് 0 1 അല്ലേ? 0 1 ക്രോസ് എക്സെട്ര ക്രോസ് 0 1. ഇതിലെ എലിമെന്റ്സിന്റെ ഫോം എങ്ങനെ ഇരിക്കുക? ഡാഷ് n ഡാഷ് ഇടണം അല്ലേ? വെറുതെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോ n ഡാഷ് കോമിട്ടൊക്കെ എഴുതാം. നമ്മളിവിടെ കോമ വേണ്ട, നമുക്ക് ഇവിടെ വെറുതെ അടുപ്പിച്ച് എഴുതാം. ഇവിടെ ഈ ഓരോ ഡാഷിലും 0 അല്ലെങ്കിൽ 1 അല്ലേ വരുള്ളൂ. അതല്ലേ നമ്മളിപ്പോ C പറഞ്ഞത് നേരത്തെ.
അപ്പൊ നമ്മ ഈ കേരൈസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മ ഇത്ര നാൾ എടുത്തുകൊണ്ടിരുന്ന കോഡുകൾ തന്നെ. കേരൈസ് എന്ന് പറഞ്ഞാൽ എന്നിടത്തുള്ള എല്ലാ കോഡും, എല്ലാത്തുള്ള എത്ര കോഡ് ഉണ്ടാവും? 2 കോഡ്സ് ഉണ്ടാവും. കേരൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുള്ള് എന്നിടത്തുള്ള എല്ലാ കോഡും കാർഡിനാലിറ്റി എന്താ പറയാ 2 വരും. ആണ് കേരൈസ്. അപ്പൊ ഇനി ചെക്ക് ചെയ്തത് നമുക്കപ്പോ ഈ കേരൈസിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും അല്ലേ നമ്മൾ എടുക്കുന്ന സി മൊത്തം. അതായത് സിയുടെ ലെങ്ത് എന്നാണെങ്കിൽ അത് കേരൈസിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഇനി സബ്സെറ്റ് എന്ന് പറയുന്നത് ഒരു സബ് സ്പേസ് ആണെന്നിരിക്കുക. ഈ സി എന്ന് പറയുന്നത് കേരേഷന്റെ സബ്സെറ്റിന് ഉപരി ഒരു സബ് സ്പേസ് ആണെന്നിരിക്കുക. എപ്പോഴും കേരേഷൻ എന്ന് പറഞ്ഞൊരു വെക്ടർ സ്പേസ് ആണ്. അതിന്റെ ഒരു സബ് സ്പേസ് ആണ് സി എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ കോഡ് എന്ന്. അത് വെറുതെ ഒരു കോഡ് സബ്സെറ്റ് ആയിരിക്കും. ഇനി ആ സ്പേസ് ആണെങ്കിൽ കേരേഷൻ എന്ന് പറഞ്ഞൊരു വെക്ടർ സ്പേസ് ആണ്. അതിലൊരു സബ്സെറ്റ് അല്ലേ സി എന്ന് പറയുന്നത്. അതിൽ കുറച്ച് എലമെന്റ്സിന്റെ കളക്ഷൻ ആണല്ലോ ഈ സി നാം എടുത്ത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കണെങ്കിൽ 0 0 0 0 1 0 ഇതാന്നിരിക്കുക സി. ഇത് K3യുടെ ഒരു സബ്സെറ്റ് അല്ലേ. ഇതിന്റെ ഒരു സബ് സ്പേസ് ആണെന്നിരിക്കുക. ഇത് ഈ എക്സാമ്പിൾ സബ് സ്പേസ് അല്ല. ഒരു സബ് സ്പേസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിനെ ലീനിയർ സ്പേസ് എന്ന് പറയും. ഇതാണ് കറക്റ്റ് കാര്യം. പക്ഷെ നമുക്ക് ഇവിടെ തരൊന്നും വേണ്ട. നമുക്ക് എന്ത് മതി? ഒരു സി എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്പേസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ സിയിലെ ഒരു വിയും ഡബ്ല്യു എടുത്തു എന്നിരിക്കുക. സിയിലെ ഒരു വിയും ഡബ്ല്യു ഉണ്ടെങ്കിൽ എന്തുണ്ടാവണം? വി പ്ലസ് ഡബ്ല്യു ഇതിലുണ്ടാവണം, സിയിലുണ്ടാവണം. പിന്നെ എപ്പോഴും 0 ഇതിലുണ്ടാവും, സിയിലുണ്ടാവും. ഇത്രയും ചെക്ക് ചെയ്താൽ മതി. എന്താ? ഒരു സി ലീനിയർ കോഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വിയും ഡബ്ല്യു അതിലുണ്ടെങ്കിൽ വി പ്ലസ് ഡബ്ല്യു സിയിലുണ്ടാവണം. 0 വേർഡ് അത് ഇതിലുണ്ടാവണം, സിയിലുണ്ടാവണം. ഇത്രയും ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? അത് ലീനിയർ കോഡാണ് നമുക്ക് മനസ്സിലാവും. മനസ്സിലായി? ഇനി ഫസ്റ്റ് ഒരു സി തന്നിട്ടുണ്ട്, അത് ലീനിയർ കോഡാണെന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് 0 0 0 1 1 1 ഇത് ലീനിയർ കോഡാണോ? അത് ഇതിപ്പോ ലീനിയർ കോഡാണോ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വി പ്ലസ് ഡബ്ല്യു അല്ലേ? അതിലെങ്ങനെയാ നോക്കുക പറഞ്ഞു. അതായത് ഇപ്പൊ ഇവിടെ ഇതിൽ 0 0 0 1 1 1 അല്ലേ? അത് രണ്ട് ആഡ് ചെയ്ത് ഞാൻ എന്താ പറയാ? 1 1 1 അതിൽ തന്നെ ഇല്ലേ? ഇല്ലേ? ലീനിയർ ആണ്. അതുകൊണ്ട് വേറെ ഒന്നും ചെക്കില്ലല്ലോ. 0 വേർഡ് ഈ 0 വേർഡ് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇപ്പൊ 1 1 1 പ്ലസ് 1 1 1 എന്താ വരിക? 0 ആണ് വരിക. അതുകൊണ്ട് 0 വേർഡ് എന്തായാലും വേണം. അത് പ്രത്യേകം എടുത്തു പറയില്ല. ഞാൻ എടുത്ത് പറയുന്നുണ്ട് 0 വേർഡ് ഉണ്ടോന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഒരു സി തന്നിട്ട് ലീനിയർ കോഡാണെന്ന് ചെക്ക് ചെയ്യാനില്ല. 0 വേർഡ് നോക്കുക. 0 വേർഡിൽ ഇപ്പൊ എഴുതിണ്ടാവില്ല. അപ്പൊ തന്നെ മനസ്സിലാവും ലീനിയർ കോഡല്ല. ഇനി അടുത്ത് നോക്കിയേ. സി ഈക്വൽ ടു 0 0 0 0 0 1 അടുത്ത് 1 0 1 ഇത് ലീനിയർ കോഡാവോ? പിന്നെ ഇല്ലേ 0 1 1 C2 അല്ലേ? C2 ഇത് 3 ആഡ് ചെയ്യല്ലേ? 3 ആഡ് ചെയ്യണ്ട. 2 വെച്ച് ആഡ് ചെയ്ത് നോക്കുക. 3 ആഡ് ചെയ്തോ കുഴപ്പമില്ല. അല്ല 0 0 0 0 0 0 വെച്ച് ആഡ് ചെയ്യണ്ട. കാരണം 0 0 0 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കിട്ടുള്ളൂ. അതെന്തായാലും അതിലുള്ള ആൾക്കാരാണോ? 0 0 0 വെച്ച് ആഡ് ചെയ്യുന്നത് 1 0 0 അല്ലേ? നമ്മ 0 0 0 വെച്ച് ആഡ് ചെയ്യുന്നത് മണ്ടത്തരല്ലേ? കാരണം 0 0 0 വെച്ചിട്ട് ഒരു എലമെന്റിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെന്റിനല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ എലമെന്റ് എന്തായാലും നമ്മൾ സി എന്നുള്ള എടുത്താണത്. അപ്പൊ പിന്നെ അത് മണ്ടത്തരാ. പിന്നെ നമുക്ക് 0 0 0 മാറ്റാ, ബാക്കിയെല്ലാം നോക്കുക. ബാക്കി എന്നുള്ള 0 0 1 ഉം 1 0 1 ഉം അത് ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 1 0 0 അല്ലേ? 1 0 1 എന്താ വരിക? 1 0 0 അത് സീലില്ലല്ലോ. ഇല്ല. അപ്പൊ അത് ലീനിയർ അല്ല. അതുകൊണ്ട് മനസ്സിലായില്ലേ? ഇനി അടുത്ത് എന്ത് ചെയ്യണം? സി ഈക്വൽ ടു 0 0 0 0 0 1 1 0 1 0 1 1 ഇത് ലീനിയർ ആണോ? 1 0 1 0 1 1 ഇത് ലീനിയർ ആണോ? ഈ രണ്ടെണ്ണം അങ്ങനെയല്ലേ പറഞ്ഞേ? 0 0 1 പ്ലസ് 1 0 1 അങ്ങനെയല്ലേ ചെയ്യാൻ പറഞ്ഞേ? ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കണം.
ഇത് ഇതല്ല അല്ലല്ലോ. അല്ല 001 + 101 എന്താ വരാ? 100. 100. അതില്ലല്ലോ. അത് ലീനിയർ അല്ല. അപ്പൊ ഇത് ലീനിയർ അല്ല, ഇതിന്റെ മുകളിൽ ലീനിയർ അല്ല. അല്ലല്ലോ. അല്ല. പക്ഷെ ഇതിലെന്താ അവര് ലീനിയർ ആണെന്ന് പറഞ്ഞു? അത് തെറ്റാ, അവര് എടുത്തു വെച്ചത് തെറ്റാ. അതറിണ്ട അവര് അത് മുകളിൽ എഴുതിയത് അടിയിൽ ചെയ്തത് 2 അതെ, ഞാനും കണ്ടു. കാരണം അവര് ആഡ് ചെയ്ത് നോക്കുന്നത് കണ്ടാ. അവര് സൊല്യൂഷൻ ആഡ് ചെയ്ത് നോക്കുന്നുണ്ടാ. 011 + 010. 010 കോഡിലുള്ള ആളല്ലല്ലോ. അല്ല, അത് തെറ്റിയതാ. മിസ്റ്റേക്കാ. അറിയുന്നവർക്ക് അതറിയില്ല, ഞങ്ങൾ ഇങ്ങനെ പഠിച്ചങ്ങ് പോകും. ഇപ്പൊ മനസ്സിലായില്ല എന്താ സംഭവം. ഇപ്പൊ അല്ല, ഇനിയിപ്പോ നമുക്ക് ക്വസ്റ്റ്യന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ഇപ്പൊ അതിൽ നോക്കുക, ഉത്തരം ചെയ്യാ, കറക്റ്റ് എന്തൊരു ചെയ്യേണ്ടതെന്ന് അറിയാലോ. 2 ആഡ് ചെയ്ത് നോക്കുക, അത് സീലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് ലീനിയർ കോഡാണ്, ഇല്ലെങ്കിൽ അത് ലീനിയർ കോഡ് അല്ല. അത്രേ ഉള്ളൂ. അടുത്ത അഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ കോഡ്, അത് വെറുതെ നോക്കി വെച്ചാൽ മതി. എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാ. നോക്കി ലീനിയർ കോഡ് എന്താ ചാൻസ് കുറവാ. പഠിക്കാനുള്ള ഇപ്പൊ ഡിസ്റ്റൻസ് എന്താണ്, എറർ കറക്റ്റിംഗ് കോഡ് എന്താ, അങ്ങനെയൊക്കെ ചോദിച്ചു ഇല്ല അല്ലെ? ഇല്ല, ചാൻസ് കുറവാ അങ്ങനെയൊക്കെ ചോദിക്കാൻ. ഇപ്പൊ അതില് ഇതിലിപ്പോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏതൊക്കെയാന്ന് ഞാൻ പറയാം. IMLD ടേബിൾ വരയ്ക്കാൻ ഏതൊക്കെ എറർ കറക്റ്റ് ചെയ്യും, ഏതൊക്കെ എറർ ഡിറ്റക്ട് ചെയ്യും, IMLD ടേബിൾ വെച്ചിട്ട് ചെയ്യാലോ. അതൊക്കെ ടേബിൾ വെച്ചാ പോരെ? ടേബിൾ വെച്ചിട്ട് എറർ കറക്റ്റ് ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ ആ 2 തിയറം ഞാൻ പറഞ്ഞു. ഒരു തിയറത്തിന് നമ്മൾ പ്രൂഫ് എഴുതിയായിരുന്നു, നമ്മ ഇന്ന് പറഞ്ഞത് പ്രൂഫ്. പിന്നെ ഒരു തിയറം ഞാൻ ഇപ്പൊ വിട്ടുല്ലോ, ആ തിയറം. ഇതാണ് ഈ ഭാഗത്തുനിന്ന് ഇപ്പൊ നിലവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏറ്റവും. ഇനി അടുത്താണ് സ്പാൻ ഓഫ് എ സെറ്റ്. അതായത് നമുക്കിപ്പോ ഒരു എസ് തന്നിട്ടുണ്ടിരിക്കാം. എസ് എന്ന് പറയുന്നതാണ് V1 V2 എക്സെട്ര VK മതി, VN വേണ്ട, VK ഇങ്ങനെയാന്ന് ഇരിക്കുക. ഇതിന്റെ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സ്പാൻ നമ്മൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം, 2 ആംഗുലർ ബ്രാക്കറ്റിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 V1 + A2 V2 + എക്സെട്ര + AK VK. അതായത് ഈ A1 A2 A3, ഈ A1 A2 A3 AK അതൊക്കെ എവിടത്തെ എലമെന്റ്സാ? 0 അല്ലെങ്കിൽ 1, സെറ്റൂലെ എലമെന്റ്സാ. 0 അല്ലെങ്കിൽ 1 പറ്റുള്ളൂ. ഇങ്ങനെ അധികം മനസ്സിലാവണില്ലല്ലോ. അതായത് ഈ V1 V2 VKയുടെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എഴുതാം എന്താ ഉദ്ദേശിക്കുന്നത്. S = 0 0 0 0 0 0 വേണ്ട, എളുപ്പ 0 1 0 1 0 0 ഇതാണ് എനിക്ക് എസ്. ഇതിന്റെ സ്പാനസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയോ? ആദ്യം എന്താ നമുക്ക് ചെയ്യേണ്ടത്? A0 × 0 1 0 A0 എന്ന് കണ്ടല്ലേ, A1 എന്ന് എഴുതാം. A1 × 0 1 0 + A2 × 1 0 0 അല്ലേ? A1 എത്ര ചാൻസ് ഉണ്ട്? 0 അല്ലെങ്കിൽ 1 വരാം. A2 എത്ര ചാൻസ് ഉണ്ട്? 0 അല്ലെങ്കിൽ 1 വരാം. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം? ആദ്യം A1 0 കൊടുക്കാം, A2 1 കൊടുക്കാം. അപ്പൊ എന്താ വരാ? 1 0 0 വരും. അപ്പൊ സ്പാനസിലെ ആദ്യത്തെ എലമെന്റ് ഏതാ? ഞാൻ സ്പാനസ് ഇപ്പുറത്ത് എഴുതാം. സ്പാനസിലെ ആദ്യത്തെ എലമെന്റ് 1 0 0. അടുത്ത എലമെന്റോ? A1 ന് 1ഉം A2 ന് 0 കൊടുക്കാം അല്ലെ? A1 ന് 1ഉം A2 ന് 0 കൊടുക്കാം. അപ്പൊ എന്താ വരാ? 1 × 0 1 0 + 0 × 1 0 0. അതെന്താ വരാ? 0 1 0. അപ്പൊ അടുത്ത എലമെന്റ് ഏതാ? 0 1 0. ഇനി അടുത്ത ഏതാ ചാൻസ് ഉള്ള കൊടുക്കാനായിട്ട്? A1 ആദ്യം നമ്മൾ 0 കൊടുത്തല്ലോ, ഇനി അവിടെ 1 കൊടുത്തൂടെ? അങ്ങനെയല്ലേ? എങ്ങനെ കൊടുത്തു? A1 ന് 1ഉം A2 ന് 0 കൊടുത്തു. ഇനി A1 ന് 0 A2 ന് 1 കൊടുത്തു. ഇനി എന്താ കൊടുക്കാൻ പറ്റുക?
ഇനി രണ്ടിനും 1 കൊടുക്കാം, അത്രല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ അപ്പൊ 1 into 0 1 0 പ്ലസ് 1 into 1 0 0 അതെന്താ വരിക? 0 1 0 പ്ലസ് 1 0 0 അതെന്താ അതായത് വരിക? 1 1 0 അല്ലേ? 1 1 0. അപ്പൊ എന്ത് വരും? 1 1 0. ഇനി വേറെ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ? എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു. ഇല്ലല്ലോ. കാരണം അതിനൊന്നുമില്ല. നമുക്കത് ആകെ ചെക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഓരോ പേഴ്സ് എടുത്ത് ആഡ് ചെയ്യാം. അതായത് ഇപ്പൊ എസ് ഈക്വൽ ടു 1 0 0 1 1 0 1 1 1 ഇങ്ങനെയാന്ന് ഇരിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ സൈഡിൽ എ നോട്ട് എ വൺ എക്സെട്ര ഒക്കെ നമ്മൾ എഴുതിയല്ലോ. ആ കോൺസ്റ്റന്റ് 0യും 1ഉം വരാൻ ചാൻസ് ഉള്ളൂ. അതായത് ഏതൊക്കെയും വരും, ഈ സ്പാനസിൽ ഏതൊക്കെയും വരും ഒറ്റയടിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ എന്തായാലും എസ്സിലെ ആൾക്കാർ മൊത്തം വരും അല്ലേ? കാരണം ആദ്യത്തെ 1ഉം ബാക്കിയെല്ലാം 0 എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വരും. പിന്നെ രണ്ടാമത്തെ 1ഉം ബാക്കിയെല്ലാം 0 എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വരും. മൂന്നാമത്തെ 1ഉം ബാക്കിയെല്ലാം 0 എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ വരും. ഇനി അടുത്ത എന്തൊക്കെ ചെയ്യണം? അപ്പൊ ഓരോന്നായിട്ടുള്ളത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം വെച്ച് ആഡ് ചെയ്യാം. ഇപ്പൊ ഈ അടിയിൽ വരെ വെച്ചത് രണ്ടെണ്ണം ആഡ് ചെയ്യാം. അപ്പൊ എന്താ വരിക? 1 0 0 1 0 അല്ലേ? 0 1 0 ആണ്. ഇനി അടുത്തത് ഈ വരെ മാറ്റിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യാം. എന്താ വരിക? അത് 0 0 1 1. ഇനി അടുത്ത് എങ്ങനെ ചെയ്യണം? അടുത്തത് ഇത് ആഡ് ചെയ്യാം. എന്താ വരിക? ഫസ്റ്റ് എന്താ 1 1 1 1 0 0 0 1 എന്താ വരിക? 0 0 1 1. 1. അടുത്ത എന്താ? ഇനി 3 കൂടി ആഡ് ചെയ്യാം. രണ്ടെണ്ണത്തിന് എല്ലാ പോസിബിലിറ്റിയും കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി 3 കൂടി ആഡ് ചെയ്യാം. എന്താ വരിക? 3 കൂടെ ഒരുമിച്ച് എഴുതി. എന്താ വരിക? 1 1 0 0 1. ഈ സെറ്റ് 3. അപ്പൊ ഇത് കഴിഞ്ഞില്ലേ? ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ. ഒന്നുമില്ല. ഇതിൽ വല്ലതും 2 പ്രാവശ്യം വന്നിട്ടുണ്ടോ? 2 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അത് കളയണം. ഇല്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇതാണ് എന്ത് വരിക? അതിന്റെ സ്പാനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തൊക്കെയും ചെയ്യാം. നമ്മ ആദ്യം ആ എലമെന്റ്സ് മൊത്തം എടുത്ത് ചെയ്താ, പിന്നെ രണ്ടെണ്ണം വെച്ച് കൂട്ടി ചെയ്താ, പിന്നെ മൂന്നെണ്ണം വെച്ച് കൂട്ടി ചെയ്താ, പിന്നെ 4 അങ്ങനെ എത്രയെന്ന് വെച്ചാൽ അത്രയും വരെ ചെയ്യാം. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ അതാണ് സ്പാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ടേബിളൊക്കെ വരച്ച് ഇവരിതിൽ ടേബിളൊക്കെ വരച്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ടേബിൾ വരച്ച് നിങ്ങൾക്ക് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ ഇതാണ് കുറച്ചുകൂടി എളുപ്പം എനിക്ക് തോന്നുന്നത്. 3 ഇത് വെച്ച് ചെയ്യാനല്ലോ എളുപ്പം. ഇങ്ങനെ നിങ്ങൾക്ക് മാക്സിമം ഒരു 4 വരെ ചോദിക്കുള്ളൂ. 4 വരെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്മൾ നേരത്തെ ഇതിൽ 0 0 0 എഴുതിയ അതെപ്പോഴും എഴുതണം കേട്ടോ. 0 0 0 എഴുതണം. കാരണം എന്താ? 0 0 0ന്റെ ചാൻസ് ഇപ്പൊ ഈ ഇങ്ങനെ നമ്മ എഴുതിയില്ലേ, ഇതില് A1 A2 എക്സെട്ര AK ഇതെല്ലാം 0 കൊടുത്താലോ? നമ്മ ഒരെണ്ണം 1 ഒരെണ്ണം 0 ഒരെണ്ണം 0 ഒരെണ്ണം 1 രണ്ടും 1 എല്ലാം 0 കൊടുക്കുന്ന ചോയ്സ് എടുത്തില്ല. ശരിയാ. 0 കൂടി വരും. അപ്പൊ ഇവിടെയും നമ്മ 0 ഇവിടെ അല്ല, മുകളിൽ നമ്മൾ 0 0 0 എഴുതിയില്ല. എല്ലാം 0 വരുന്ന ചാൻസ് എപ്പോഴും സ്പാനസിൽ ആരുണ്ടാവും? 0 0 0 ഉണ്ടാവും. അത് മറക്കരുത്. അവ നമ്മൾ എഴുതുമ്പോ തെറ്റിക്കണതാ. ഓക്കെ. അപ്പൊ ഇനി കുറച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിയും ഡബ്ല്യൂയും 2 വേർഡ്സ് ആണ്. ഈ വിയും ഡബ്ല്യൂ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഡോട്ട് ഡബ്ല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഡോട്ട് അറിയോ? ഡോട്ട് പ്രൊഡക്റ്റ് സാധാ. അതായത് ഇപ്പൊ നമ്മൾ ഞാൻ 2 ഇതായിട്ട് പറയാം. 0 1 0യും 1 0 0യും. ഇത് ഡോട്ട് എടുത്ത് എന്താ വരിക? ഇതെന്താ വരിക? ഇത് ഡോട്ട് എടുത്ത് എന്താ വരിക? ഒരെണ്ണം പറഞ്ഞുതരോ? ഡോട്ട് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്നാണോ? അതല്ല, എല്ലാം ഞാൻ സാധാ ഒരു 1 2 1 ഇതിലല്ല കേട്ടോ. ഇത് നമ്മൾ ജനറലി ഒരു R3 വെക്ടേഴ്സ് പറയുന്നതാ.
ഡോട്ട് ഉം. 2 4 0 ഇതാന്ന് ഇരിക്കുക. ഇത് ഡോട്ട് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യാം, സോറി മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ 1 into 2 പ്ലസ് രണ്ടാമത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം, എന്താ പറയുക 2 into 4 പ്ലസ് മൂന്നാമത്തെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യാം, എന്താ 1 into 0. അതെന്ന് പറഞ്ഞാൽ എന്താ 2 + 8 അല്ലെ 10. ഉം. 2 + 8 + 0 10. ഉം. ഇതാണ് സാധാ ഉം. ഡോട്ട് ഉം. പ്രൊഡക്റ്റ്. ഉം. ഇവിടുത്തെ സെയിം ആ. ഡോട്ട് പ്രൊഡക്റ്റ് തന്നെ, പക്ഷെ ഇവിടെ നമുക്ക് വലിയ സംഖ്യകളൊന്നും ഇല്ല. ഏതൊക്കെയാ, വെറുതെ 1ഉം 0ഉം വെച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ മൾട്ടിപ്ലൈ ആ. ചെയ്യാനും ആ. കൂട്ടാനൊക്കെ എളുപ്പമാണ്. ഇവിടെ എന്താ 1 0 0ഉം 0 1 0ഉം ഇത് നമ്മൾ ഡോട്ട് എടുത്ത് എന്താ വരാ, രണ്ടും കൂടി ഉം. ഇൻറ്റു ഈ ഇതാണ് ഓരോന്നും വി. 1 0 അങ്ങനെയോ? ആ അതെന്താ വരാ 1 into 0 0 ആ. പ്ലസ് 0 into 1 0 0 പ്ലസ് 0 into 0 0 മൂന്നാടെ എന്ത് വരാ 0. 0. മനസ്സിലായില്ലേ? ആ. ഇതാണ് ഡോട്ട്. മനസ്സിലായില്ലേ? ഉം. അപ്പൊ വിയും ഡബ്ല്യു ഓർത്താണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, വി ഡോട്ട് ഡബ്ല്യു എന്താവണം 0 ആവണം. ആവണം. ആ ഇനി നമുക്ക് നേരത്തെ ഒരു എസ് തന്നിട്ടുണ്ടായിരുന്നില്ലേ, വെറുതെ ഒരു എലമെന്റ് എടുത്താ, വെറുതെ എസ് 110. ഈ എസിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഓർത്തോഗണൽ കോംപ്ലിമെന്റ്. ഒരു സെറ്റ് തന്നു, ഒരു സെറ്റിന്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസിലെ എലമെന്റ്സിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെയും, അപ്പൊ എസിൽ ആദ്യം ഇത് എടുക്കുക, ഇതിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും എടുക്കും. സോറി ഇതിനോടല്ല, കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് എലമെന്റ്സിനോടും ഒരുമിച്ച് ഓർത്തോഗണൽ ആവണം. അപ്പൊ കുറച്ചും കൂടി വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയാത്, ഇപ്പൊ ഒരു വി ബിലോങ്സ് ടു എസ് പെർപ്പ്, അതിന്റെ അർത്ഥം എന്താ? വി എസ് പെർപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, വി ഡോട്ട് ആദ്യത്തെ എലമെന്റ് ഏതാ 0 1 0 അല്ലേ, എസ് പെർപ്പ്, അതിനെ പെർപ്പ് എന്ന് പറയും. ഓർത്തോഗണൽ കോംപ്ലിമെന്റ് മുകളിൽ ഒരു ഇത് ഇട്ടിട്ടില്ലേ, ഒരു ചിഹ്നം, അതിനെ പറയുന്നത് പെർപ്പ്, എസ് പെർപ്പ്. അപ്പൊ വി എന്ന് പറയുന്നത് എസ് പെർപ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ വി ഡോട്ട് 0 1 0 എന്തായിരിക്കണം, 0 ആയിരിക്കണം. 0 0 0 0 എന്ന് പറഞ്ഞാൽ 0 0 0 ആണ് ഉദ്ദേശിക്കണേ. സോറി 0 0 0 അല്ല 0. ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും സ്കെയിൽ അത് കിട്ടാം 0. അതുപോലെ തന്നെ വി ഡോട്ട് ഒരെണ്ണം കൂടിയില്ലേ 110 110 എന്തായിരിക്കണം, 0 ആയിരിക്കണം. അതായത് എസ് പെർപ്പിലെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് എസിലെ ഏത് എലമെന്റ് ആയിട്ട് ഡോട്ട് എടുത്താലും എന്ത് കിട്ടണം, 0 കിട്ടണം. മനസ്സിലായ? മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എസ് പെർപ്പ് ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇപ്പൊ എസ് എന്ന് പറയുന്നത് ഏതാ എടുത്താണത്, എക്സ്പെർട്ടിൽ ഏത് ഒരു സെറ്റ് എലമെന്റ് എടുത്ത് എടുത്താലും വി വെച്ച് ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ 0 കിട്ടണം അല്ലേ? 0 കിട്ടണം. അതായത് എസ് പെർപ്പിലാണ് വി എടുത്തത്, എസ് പെർപ്പിൽ ഏത് വി എടുത്താലും എസിലെ എലമെന്റ്സ് ആയിട്ട് ഡോട്ട് എടുത്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. നേരെ തിരിച്ചുണ്ട്, എസ് പെർപ്പിലെ എലമെന്റും എസിലെ എലമെന്റ് എടുത്ത് ഡോട്ട് എടുത്താൽ 0, എസിലെ എലമെന്റ് എസ് പെർപ്പിലെ എലമെന്റ് ഡോട്ട് എടുത്താലും 0. രണ്ടും തിരിച്ചുണ്ട്. നമുക്ക് എസ് എന്താ പറഞ്ഞത്, 0 1 0 1 1 0 അല്ലേ. ഇനി നമുക്ക് ഒരു വി നമ്മ എങ്ങനെ എടുക്കുക, വി ഈക്വൽ ടു V1 V2 V3 ഓരോ ഡിജിറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക. ആദ്യത്തെ ഡിജിറ്റ് V1, രണ്ടാമത്തെ ഡിജിറ്റ് V2, മൂന്നാമത്തെ ഡിജിറ്റ് V3 ഇങ്ങനെ എടുക്കാലോ. ഇനി വി ഡോട്ട് 0 1 0 എന്താ, 0 1 0 0 അല്ലേ. അതായത് V1 V2 V3 ഡോട്ട് 0 1 0 എന്താ, 0 ആണ്. ഇത് ഈ ഡോട്ട് എന്താ വരിക, ഈ ഡോട്ട് എന്താ വരിക, V2 അല്ലേ. V1 into 0 പ്ലസ് V2 into 1 പ്ലസ് V3 into 0, അത് V2 അല്ലേ വരിക. V1 ഉം V3 0 ആയി പോയില്ലേ. V2 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും. അപ്പൊ നമ്മ എങ്ങനെ എടുത്തായിരുന്നേ, വി എന്ന് പറയുന്നത് എങ്ങനെയാ കിടന്നായിരുന്ന ആള്,
V1 V2 V3 എന്നാണ് കിടക്കുന്ന ആള്. അതിൽ ഈ നടുവിലത്തെ ആൾ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അടുത്തത് എന്താ? V ഡോട്ട് 110 കൂടി ഇല്ലേ? 110 ഈക്വൽ ടു 0 ആണ്. V എന്ന് പറയുന്നത് എന്താ? V1 V2 V3 ഡോട്ട് 110 ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം എന്താ? V1 പ്ലസ് V2 എന്താ? 0. V3 into 0 എന്ന് പറയുന്നത് 0 ആയി പോയല്ലോ. പിന്നെ നമുക്ക് എന്തുള്ളൂ? V1 പ്ലസ് V2. ഇങ്ങനെ കിട്ടിയില്ലേ? കിട്ടി. V2 നമ്മൾ ഓൾറെഡി 0 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ കിട്ടുള്ളൂ? V1 ഈക്വൽ ടു 0. V1 ഈക്വൽ ടു 0. അപ്പൊ V2 V1 0. അപ്പൊ Vക്ക് Vയുടെ ഫോം എന്താ വരിക? 0 0. ഇവിടെ എന്ത് വേണമെങ്കിലും വരാം അല്ലെ? മൂന്നാമത്തേല് എന്തെങ്കിലും, പിന്നെ മൂന്നാമത്തേല് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ വന്നാ? ഒന്നും വന്നില്ലല്ലോ. ഇല്ല. അപ്പൊ അവിടുത്തെ ചാൻസ് ഏതൊക്കെ വരും? 0 0 0യും 0 0 1ഉം. മൂന്നാമത്തേല് അപ്പൊ എത്ര ഏതൊക്കെ വരാം? 0 വരാം, 1ഉം വരാം. അപ്പൊ ഇതും വരാം, ഇതും വരാം. അപ്പൊ എസ് പെർപ്പ് എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 0 0 0 0 0യും 0 0 1ഉം. എസ് പെർപ്പ് ഈക്വൽ ടു എന്താ? 0 0 0യും 0 0 1ഉം. മനസ്സിലായില്ലേ? എപ്പോഴും എസ് പെർപ്പിൽ 0 0 0 ഉണ്ടാവും. കാരണം 0 0 0 ഡോട്ട് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ? 0 അല്ലേ വരുള്ളൂ. അതുകൊണ്ട് എസ് പെർപ്പിൽ എപ്പോഴും എന്തുണ്ടാവും? 0 0 0 ഉണ്ടാവും. അതായത് ലീനിയർ കോഡിലും 0 0 0 ഉണ്ടാവും. എസ് പെർപ്പിലും എപ്പോഴും എന്തുണ്ടാവും? 0 0 0 ഉണ്ടാവും. എസ് പെർപ്പ് എപ്പോഴും ഒരു ലീനിയർ കോഡും ആയിരിക്കും. അത് വേണമെങ്കിൽ മനസ്സിലാലോ വെച്ചിട്ടോ. എസ് ലീനിയർ കോഡ് ആവണമെന്നൊന്നുമില്ല, പക്ഷെ എസ് പെർപ്പ് എപ്പോഴും എന്തായിരിക്കും? ലീനിയർ കോഡായിരിക്കും. അത് നിങ്ങൾ ലീനിയറിൽ പഠിക്കുന്ന ഒരു ഇതാ. എസ് വെറുതെ ഒരു സബ്സെറ്റ് ആയാൽ മതി, സബ്സ്പേസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എസ് പെർപ്പ് എപ്പോഴും ഒരു സബ്സ്പേസ് ആയിരിക്കും. അതിലാണ് ഇത് കിട്ടുന്നത്. എസ് പെർപ്പ് എപ്പോഴും ലീനിയർ കോഡ് ആയിരിക്കുന്നത്. അത് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ കുറെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി സാറ് കുറച്ചുകൂടെ ക്ലാസ് എടുക്കുന്നുണ്ടോ? എന്തിയെ? അല്ല, ചോദിച്ചതാ. എടുത്ത കുഴപ്പമുണ്ടോ? ഇല്ല, എന്നെ എടുക്കണമെങ്കിൽ എടുത്തോളൂ, കുഴപ്പമില്ല. എടുക്കാം. ഇപ്പൊ എസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇപ്പൊ ഒരു ലീനിയർ കോഡ് സി തന്നിരിക്കുക. എസ് എന്ന് പറയുന്നത് നേരത്തെ സബ്സെറ്റ് ഒക്കെ ആയിരുന്നു, വെറുതെ കോഡ് എന്നുള്ള രീതിക്കായിരുന്നു നേരത്തെ എസ് തന്നത്. ലീനിയർ കോഡ് ഒന്നും ആവുന്നില്ല. ഒരു സി എന്ന് പറഞ്ഞ ഒരു ലീനിയർ കോഡ് തന്നെ തന്നു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സി പെർപ്പ് കണ്ടുപിടിക്കാലോ. എന്തെന്നാലും അതിന് അതായത് നേരത്തെ നമുക്ക് എസ് എന്ന് പറയുന്നത് ഒരു കോഡല്ലായിരുന്നേ. ഇവിടേക്ക് എസ് എന്ന് പറയുന്നത് എസ് എവിടെ? ഈ എസ് നോക്കി. ഈ എസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോഡല്ലേ. ഇത് ലീനിയർ കോഡല്ലല്ലോ, കാരണം 0 0 0 ഇല്ലല്ലോ. എന്തായാലും ലീനിയർ കോഡല്ല അല്ലല്ലോ. ഇത് വെറും ഒരു കോഡാണ്. സീന്ന് പേര് കൊടുത്തല്ല എന്നുള്ളൂ, വെറുതെ ഒരു കോഡാണ്. ഇത് ലീനിയർ കോഡ് ആവണമെന്നില്ലല്ലോ. പക്ഷെ ഇതിന് നമ്മൾ പെർപ്പ് കണ്ടുപിടിച്ചില്ലേ? ഇനി ഇതുപോലെ ഒരു സബ്സെറ്റ് അല്ല, വെറുതെ ഒരു കോഡല്ല, ലീനിയർ കോഡാണ് തന്നിരിക്കുക. ഈ സി എന്ന് പറയുന്നത് ഒരു ലീനിയർ കോഡാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സി പെർപ്പിനെ എന്താ വിളിക്കുക? പേര് എന്ത് പേരാ വിളിക്കുക? ഡുവൽ ഓഫ് ദ സി. അതായത് സിയുടെ ഡുവൽ കോഡ് എന്ന് വിളിക്കുക. മനസ്സിലായ? ഡുവൽ കോഡ്. അല്ലെങ്കിൽ വേറെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു എസ് തന്നിട്ടുണ്ട്. എസ് ലീനിയർ കോഡ് ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ സ്പാനസ് എപ്പോഴും എന്തായിരിക്കും? ലീനിയർ കോഡായിരിക്കും. എസ് നീഡ് നോട്ട് ബി ലീനിയർ, but spanner is always linear. മനസ്സിലായ? ഈ സ്പാനസിനെ നമ്മൾ എന്ത് വിളിക്കുക? സി എന്ന് വിളിക്കുക. കാരണം ലീനിയർ കോഡാണ്, നമുക്ക് സി എന്ന് വേണമെങ്കിൽ വിളിക്കാലോ. ഇനി ഈ സി പെർപ്പ് കണ്ടുപിടിച്ചെന്നിരിക്കുക. സി പെർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പാനസിന്റെ പെർപ്പ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ഡുവൽ ഓഫ് സി എന്ന് പറയാ. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഡുവൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, പെർപ്പ് കണ്ടുപിടിക്കാന്നുള്ള അർത്ഥം തന്നെ ഉള്ളൂ. ഒരു എസ് എന്നിട്ട് സ്പാനസിന്റെ ഡുവൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം. എസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സ്പാനസ് കണ്ടുപിടിക്കാൻ അറിയാം, സ്പാനസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡുവൽ കണ്ടുപിടിക്കാൻ അറിയാം. വെറുതെ ഡോട്ട് എടുത്തിട്ട് 0 ആണെന്ന് നോക്കി ചെക്ക് ചെയ്താൽ മതി.
അത് ചിലപ്പോ ചോദിച്ച് കണ്ടിട്ടില്ല അങ്ങനെ, പക്ഷെ ചോദിക്കാം. 5 മാർക്കിന്റെ അല്ലല്ലോ, ആ ഫസ്റ്റത്തെ കുഞ്ഞു മാർക്കിന്റെ സെക്ഷൻ ഇല്ലേ, അതിൽ വേണമെങ്കിൽ ചോദിക്കാം അത്. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് നിങ്ങൾ പഠിച്ച് കുറെ കണ്ടുണ്ടാവും. ലീനിയർ കൊറേ പഠിച്ചതൊക്കെയാ, ഒന്നും ഓർമ്മയില്ലെന്നേ ഉള്ളൂ, ഒക്കെ പഠിച്ചതാ. ഇപ്പൊ എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവാൻ പാടില്ല, സീറോ വേർഡ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. സീറോ വേർഡ് ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആയി പോയിക്കോളും. അതെപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കുക. അതായത് സീറോ വേർഡ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ഡിപെൻഡന്റ് ആ. സീറോ വേർഡ് ഉണ്ടെങ്കിൽ എപ്പോഴും അത് എന്തായിരിക്കും, ഡിപെൻഡന്റ് ആ. അപ്പൊ സീറോ വേർഡ് ഉള്ള ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒറ്റയടി നമുക്ക് എന്ത് എഴുതാം, ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് എഴുതാം. ഇനി സീറോ വേർഡ് ഇല്ലാത്ത ഒരു സെറ്റ് തന്നിരിക്കുക, ഇപ്പൊ എസ് ഈക്വൽ ടു ലീനിയർലി ഇൻഡിപെൻഡൻസിന്റെ ചെക്ക് ചെയ്യണതാ. എസ് ഈക്വൽ ടു 1 1 0 0 1 1 1 0 1 1 1 1. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാന്നിരിക്കുക. അതായത് ഇതിലെ ഒരാളെയും ബാക്കി ആൾക്കാരെ സമ്മായിട്ട് എഴുതാൻ പറ്റരുത്. അതായത് ഇപ്പൊ ഇതിലെ ഒരാളെടുത്തു, ഇയാളെടുത്തു, ഇയാളെ വേറെ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റുമോ? ശരിക്കും ഇതിന്റെ ഡെഫിനേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് V1 V2 എക്സിട്ര Vn ലീനിയർലി ഇൻഡിപെൻഡന്റിന്റെ ഡെഫിനേഷൻ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സിട്ര പ്ലസ് Cn Vn. അല്ല, അതങ്ങനെയല്ല. Cn Vn ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു എക്സിട്ര Cn ഈക്വൽ ടു 0. ഇങ്ങനെയാണെങ്കിലാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാ. ശരിക്കുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡെഫിനേഷൻ ഇതാ. ഈ CA എന്ന് പറയുന്നത് എവിടത്തെ വരണം, C1 C2 എക്സിട്ര Cn എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 1 ആ. അത് V1 V2 എക്സിട്ര Vn ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയണെങ്കിൽ അതിന്റെ C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സിട്ര പ്ലസ് Cn Vn ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ എഴുതുകയാണെങ്കിൽ ഓരോ കോയിഫിഷ്യന്റ് CIകൾ എന്താവണം, 0 ആവണം. അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയണത്. മനസ്സിലായ? അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ നമുക്ക് ലീനിയറിൽ വരുന്ന കാര്യം. അതാണ് ഞാൻ പിന്നെ ഇതിപ്പോ 3 ലെറ്റർ ഉള്ള വേർഡ്, 3 ലെങ്ത് ഉള്ള വേർഡ് അല്ലേ? 3 ലെങ്ത് ഉള്ള വേർഡില് മാക്സിമം 3 എലമെന്റ്സ് വെച്ചാൽ മാത്രമേ അതായത് 3-നേക്കാളും കൂടുതൽ എലമെന്റ്സ് തന്നിരിക്കുക. 3 ലെങ്ത് ഉള്ള വേർഡ്സിൽ 3-നേക്കാളും കൂടുതൽ കാർഡിനാലിറ്റി വന്നു. കാർഡിനാലിറ്റി ഓഫ് എസ് 3-നേക്കാളും കൂടുതലല്ലേ? ഇത് ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല. അതായത് 3 ലെങ്ത് ഉള്ള വേർഡ്സ് ആണ് നമ്മുടെ ഉള്ളത്, അത് 3 എണ്ണത്തിനേക്കാളും കൂടുതലാണ് എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല, അത് ഡിപെൻഡന്റ് ആണ്. കാരണം ഒരെണ്ണത്തിനെങ്കിലും ബാക്കിയല്ല അതും കൂട്ടിക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എഴുതി നോക്കിയാലോ? ഇതും കൂടി കൂട്ടി നോക്കിയേ. അതായത് 1 1 0 പ്ലസ് 1 0 1 നോക്കിയേ, എന്താ വരാ? 0 1 1 അല്ലേ? കിട്ടിയില്ലേ? അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്ത് കിട്ടി? ആഡ് ചെയ്തിട്ട് ഈ അടിയിൽ കിടക്കുന്ന ആള് കിട്ടിയില്ലേ? അതുകൊണ്ട് അത് എന്തല്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല. അതായത് ഒരാളെങ്കിലും ബാക്കി ആരെങ്കിലും ഒക്കെ സമ്മായിട്ടോ ഒക്കെ എഴുതാൻ പറ്റി കഴിഞ്ഞാൽ അതെന്താ, ലീനിയർലി ഡിപെൻഡന്റാ. ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇയാള് ഈ നടിയിൽ കിടക്കുന്ന ആള് സമ്മായിട്ട് ഇപ്പൊ 0 1 1 ബാക്കി രണ്ടാൾക്കാര് ഡിപ്പെൻഡ് ചെയ്തല്ലേ കിടക്കണത്. അതുകൊണ്ട് അത് ലീനിയർലി ഡിപെൻഡന്റാ. ഓക്കെ, മനസ്സിലായി. പക്ഷെ എപ്പോഴും ഒരു സെറ്റിന്റെ ഉള്ളിൽ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ നേരത്തെ എസ് എന്തായിരുന്നു എഴുതിയത്? എസ് ഏതായിരുന്നു എഴുതിയത്? 1 1 0 1 1 0 1 0 1 1 1 1 അല്ലേ?
ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, ഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞു. ഇതിനെ ബാക്കി രണ്ടാൾക്കാരെ സമ്മായിട്ട് എഴുതിയല്ലേ. ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ എത്ര ആൾക്കാരെങ്കിലും സമ്മായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് ഡിപെൻഡന്റ് ആയി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ എസിന്റെ ഉള്ളിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ഇയാള് ഇത് പ്രശ്നമാക്കണ ആളല്ലേ, ഈ നടുകി കിടക്കുന്ന ആള്. അപ്പൊ നമ്മൾ പുതിയൊരു സെറ്റ് ഉണ്ടാക്കുക. എന്ത്? എസ് ഡാഷ് ഈക്വൽ ടു 1 1 0 1 0 1 1 1 1. അപ്പൊ ഒരാളെ നമ്മൾ കളഞ്ഞില്ലേ? ഇനി ഇത് ഇൻഡിപെൻഡന്റ് ആവുന്ന ചോദിക്കും. ആ ഡിപെൻഡന്റ് ആയി കിടക്കുന്ന ആളെ കളഞ്ഞു, ബാക്കി ആൾക്കാർ എടുക്കുക. ഇനി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ ഏതെങ്കിലും സം എടുക്കുമ്പോൾ 0 വരണോ ചെക്ക് ചെയ്താൽ മതി. അതായത് നമ്മൾ നേരത്തെ 2 എണ്ണം വെച്ചുള്ളത് കൂട്ടി നോക്കി, 3 എണ്ണം വെച്ചുള്ളത് കൂട്ടി നോക്കി അല്ലേ. നമ്മ സ്പാനസ് എടുത്ത സമയത്ത് ഒരെണ്ണം വെച്ച് അല്ല ഒരെണ്ണം വെച്ച് എഴുതി. അത് ഇതൊന്നും 0 വേർഡ് ഇല്ലല്ലോ. അപ്പൊ ഇത് ഒരെണ്ണം വെച്ചുള്ള കാര്യം ചെക്ക് ചെയ്യണ്ട. ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വെച്ച് ആഡ് ചെയ്ത് നോക്കുക. ഇത് ആദ്യത്തെ 2 ആഡ് ചെയ്ത് നോക്കുക. 0 വരുമോ? ഇല്ലല്ലോ. ഇല്ല, ഇതിൽ 2 വെച്ച് ആഡ് ചെയ്യുമ്പോൾ എന്തായാലും 0 വരില്ല. കാരണം എന്താ? 2 ആഡ് ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ അത് രണ്ടും സെയിം ആയിരിക്കണ്ടേ. v plus v equal to 0 if and v plus w equal to 0 if and only if v equal to w നമ്മൾ പറഞ്ഞായിരുന്നു. രണ്ട് സെയിം ആൾക്കാരെ മാത്രം കൂട്ടിയാലേ 0 വരുള്ളൂ, അല്ലാണ്ട് 0 വരില്ലല്ലോ. ഇനി എന്ത് ചെക്ക് ചെയ്യണം? 3 വെച്ച് കൂട്ടി നോക്കണം. ആകെ 3 അല്ലേ ഉള്ളൂ. ഇത് കൂട്ടി കഴിഞ്ഞാൽ 0 വരുമോ? കൂട്ടി കഴിഞ്ഞാൽ 0 വരില്ലല്ലോ. അതുകൊണ്ട് ഇത് ലീനിയർലി അപ്പൊ ഇതെന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതായത് ഏതൊക്കെ സം എടുത്തോ അതൊന്നും 0 വന്നില്ലെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. എവിടെയെങ്കിലും വെച്ച് സമ്മ് ഏതൊക്കെയോ 2-3 കൂട്ടിയപ്പോ 0 വന്നു, അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ്. വേണമെങ്കിൽ ഈ മോളി കിടക്കുന്ന ഡിപെൻഡന്റ് ആന്ന് പറഞ്ഞില്ലേ, ഈ മോളി കിടക്കുന്ന ആൾക്കാർ 4 കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ 0 വരണില്ലേന്ന്. അല്ല, ഇതിൽ ഏതെങ്കിലും 3 ഏതെങ്കിലും ആഡ് ചെയ്യുമ്പോൾ 0 വന്നാ പോരെ. ഈ 3 ആഡ് ചെയ്താൽ 0 അല്ലേ? ആദ്യം കിടക്കണം 3 പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരില്ലേ? 0 വരും. അതായത് ഫസ്റ്റത്തെയും തേർഡത്തെയും കൂട്ടി കഴിഞ്ഞാൽ രണ്ടാമത്തെ കിട്ടും. പിന്നെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്ലസ് രണ്ടാമത്തെ 0 ആണ്. അതായത് ഏതെങ്കിലും ഇപ്പൊ ആദ്യം തന്നെ ഓരോന്ന് എടുത്തു നോക്കുക. പിന്നെ 2 വെച്ച് നമ്മൾ ചെക്ക് ചെയ്യില്ല, കാരണം 2 ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 വരുള്ളൂ. പിന്നെ 3 വെച്ചുള്ള ചോയ്സുകൾ എടുക്കുക, എപ്പോഴെങ്കിലും 0 വരണം ചെക്ക് ചെയ്യുക. അങ്ങനെ എങ്ങനെയൊക്കെ ആഡ് ചെയ്താലും 0 വരണില്ല എങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റാ. എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു പെയർ ആഡ് ചെയ്തപ്പോ 0 വന്നു, പെയറോ അല്ലെങ്കിൽ ട്രിപ്ലറ്റോ ഏതെങ്കിലും ആഡ് ചെയ്തപ്പോ 0 വന്നു, അങ്ങനെയാണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആവും. 0 വന്നു കഴിഞ്ഞാൽ ലീനിയർലി ഡിപെൻഡന്റ് ആവും. എങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് 0 വരില്ല, അങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അപ്പൊ ഒരു എസ് വന്നു കഴിഞ്ഞാൽ എസിന്റെ ഉള്ളിൽ കിടക്കണ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് കണ്ടുപിടിക്കാറുണ്ട്. ഇനി അറിയാം. അപ്പൊ ഇനി കുറച്ച് എക്സാമ്പിൾ ഒക്കെ ഇത് ചെയ്ത് നോക്കാൻ പറ്റണതുണ്ട്. സാർ ഇന്നത്തെ ക്ലാസ് ഇത്ര മതിയോ? എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞു ഈ PDF തീരുന്ന പറ്റി ഞാൻ വേണമെങ്കിൽ പറഞ്ഞു. പക്ഷെ അത് പിന്നെ അടുത്ത ക്ലാസ്സിൽ വന്ന് ഞാൻ അതൊന്നുകൂടി പറയേണ്ടി വരും. അതായത് ഞാൻ പിന്നെ ഒരാൾ പോലും ഇല്ലാണ്ട് ഒരാളെങ്കിലും വേണം, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അതുപോലെ അത് മൊത്തം ഞാൻ പിന്നെയും പറയേണ്ടി വരും. അതാരണ്ട. ശരി സാറ് ഇനി നാളെ രാവിലെ ആക്കാം. നാളെ എത്ര മണിക്കാ? നാളെ രാവിലെ പറ്റില്ല. നാളെ രാവിലെ എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. വൈകുന്നേരം ഈ സമയം അല്ലെ? 5 to 6 വൈകുന്നേരം ഉച്ചയ്ക്കോ? ഉച്ചയ്ക്കോ എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. 5 to 6 ഒന്നും കുഴപ്പമില്ല. 5 to നമുക്ക് തീരുന്നവരെ എടുക്കാം. ശരി സാർ. ഞാൻ ഈ വീട്ടില് ആയതുകൊണ്ടാണേ, അതുകൊണ്ടാട്ടോ. കുഴപ്പമില്ല. ശരി സാർ, താങ്ക് യു. ശരി. പറയുന്നുള്ളൂ. ഇത്രയും പറയാം. ഇത്രയും പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ ഇതിന് ഞാൻ പറയാം എത്ര പേജ് വരെ ചെയ്യാൻ പറ്റും ഞാൻ പറയാം. 6ാമത്തെ പേജിന്റെ ആ ഡെഫിനേഷൻ ഉണ്ട് ലാസ്റ്റ്. 6ാമത്തെ പേജിന്റെ ലാസ്റ്റ് ഒരു ഡെഫിനേഷൻ ഉണ്ട്. അത് എത്ര വരെയുള്ള എല്ലാ പ്രോബ്ലം ചെയ്ത് നോക്കിക്കോ, ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ് സാറേ. 6ാമത്തെ പേജിന്റെ ലാസ്റ്റ് ഒരു ഡെഫിനേഷൻ കണ്ട, ബേസിസിന്റെ ഡെഫിനേഷൻ. സൊല്യൂഷൻ 6ാമത്തെ പേജ് ടെക്സ്റ്റിൽ ഏതാ?
31ാമത്തെ പേജ്. 31 ബേസിസ് കണ്ടു. അതിന് തൊട്ട് മുന്നുള്ളവരെല്ലാം ചെയ്യാം. ബേസിസ് ഒക്കെ നിങ്ങൾക്ക് അല്ല, ഇനി ഇതിൽ പറയുന്നത് കുറെ ഇനി ബേസ് സാധനങ്ങളാണ്. നമ്മുടെ സെം 1 ലീനിയർ ഓൾജിബ്ര അല്ല ബേസ് സാധനങ്ങളാ ഈ ബേസിസ് എന്നൊക്കെ ഞാൻ പറയണത്. പിന്നെ പരീക്ഷ എഴുതാത്തത് കൊണ്ട് ഒന്നും അറിയില്ല. ഇനി വേണം എല്ലാം പൊടി തട്ടിയെടുത്ത് എഴുതാൻ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ. സാറിനും അത് റിസ്ക് ആയിരിക്കും അല്ലേ, പണ്ടത്തതൊക്കെ ഇങ്ങനെ പറയണ്ടേ? എനിക്ക് കുഴപ്പമില്ല. ആ ടോപ്പിക് നമുക്ക് പിന്നെ വരുമ്പോഴേ അത് കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളത് സാർ ഒന്ന് പറഞ്ഞു തന്നാ മതി. ഇപ്പൊ ഈ ഡോട്ടൊക്കെ അല്ല ഇനി കുറച്ച് അന്നാ നിങ്ങൾക്കത് വായിച്ചു നോക്കാൻ പറ്റണെങ്കിൽ ഹോഫ്മാന്റെ ടെക്സ്റ്റ് അല്ലേ, ഹോഫ്മാന്റെ ആണോ എനിക്ക് അറിഞ്ഞൂടാ. ഹോഫ്മാൻ ആയിരിക്കും മിക്കവാറും ലീനിയർ. ഏതാ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൂടാ. ആ ലീനിയറിലെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഡിഗ്രിയിലെ ചിലപ്പോ പഠിച്ചതായിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡിഗ്രിയിലൊക്കെ നന്നായി സ്പാനിങ്. പഠിച്ചതാ, മാർക്കും കിട്ടി. പക്ഷെ പി ജിക്ക് വന്നപ്പോ LKG പോലും അറിയാത്ത അവസ്ഥയാ. ഒന്നും അറിയില്ല. ലീനിയർലി എങ്ങനെയാ ഇൻഡിപെൻഡന്റ് ഡിഗ്രി പറഞ്ഞോ. അല്ല എങ്ങനെയാ മാർക്ക് ഞാൻ റെക്കോർഡിംഗ് കിട്ടിയെന്നില്ല ഓഫ് ചെയ്യട്ടെ, ഞാൻ. റെക്കോർഡിംഗ് ഓഫ് ചെയ്യട്ടെ. സാർ എന്താ പറഞ്ഞത്? അല്ല